മോർണിംഗ്. ഒരു വലിയ ബക്കറ്റ് ഒക്കെ പോയി ഇതെന്താണെന്നല്ല, ഇത് empty-യാണ്. ഇപ്പം ഇതിനകത്ത് വന്നത് ഇന്നലെ രാത്രി വന്ന ബിരിയാണിയാണ്. ഓക്കെ, സോ ബക്കറ്റ് ബിരിയാണി. അതിൻ്റെ ബാക്കി ബാലൻസ് എന്തോ ഉണ്ട്, എന്തോ ഉണ്ട്. ഇതാണ് ബാലൻസ് ബിരിയാണി. ഓക്കെ, പിന്നെ എൻ്റെ എന്തോ ഇതൊന്നും എൻ്റെ സ്റ്റഫല്ല. ഓക്കെ, സോ വെറുതെ ജസ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ്. ഒന്ന് ഈ ഗ്രീൻ ടീ, കുറച്ച് ഫ്രൂട്ട്സ്. മാങ്ങ തീർന്നു കേട്ടോ, മാങ്ങയുടെ സീസൺ കഴിഞ്ഞു. ഒരു മാങ്ങയുണ്ട്, അല്ലെങ്കിൽ ഉണ്ട് കുക്കീസ്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഹായ്. അങ്ങനെ ഒരു നീണ്ട 55 ദിവസത്തെ ജപ്പാൻ വാസത്തിന് ശേഷം ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറിയ ഒരു കാര്യം അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതെനിക്കൊരു വിഷമമായി, ഒരു ബാഡ് ഫീലായി. വേറെ ഒന്നും കൊണ്ടല്ല, അത് നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പോയാലും എത്ര നല്ല രാജ്യമാണെന്ന് പറഞ്ഞാലും വളരെ കുറച്ച് ഇതിൽ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ അത് നമ്മൾ അതിനെ അങ്ങോട്ട് എക്സ്പോസ് ചെയ്ത് പറഞ്ഞതല്ല. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് കുറച്ച് കമൻറ്റ് ചോദിച്ചു. കാരണം അത് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞതാണ്. ഓക്കെ, സോ കോപ്സുമായിട്ടുള്ള ഇൻട്രാക്ഷനെ കുറിച്ച്. എനിവേ, ഫർഗെറ്റ് ഇറ്റ്, ദാറ്റ് ഈസ് ക്ലോസ് ചാപ്റ്റർ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കഴിഞ്ഞ 2 വർഷമായിട്ട് ബാക്ക് ടു ബാക്ക് ട്രാവൽസാണ്. ഈ ഇത്രയും ട്രാവൽ ചെയ്തിട്ട് എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാജ്യം എന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. ഓക്കെ, അത് നോ ഡൗട്ട്. എന്ത് പറഞ്ഞാലും വെച്ചാൽ ഞാൻ ഐ ലവ് മൈ ഇന്ത്യ, ബട്ട് ഐ ലവ് മൈ ജപ്പാൻ എന്നും പറയാനാണ് എനിക്കിഷ്ടം. കാരണം ഐ ലവ് മൈ ജപ്പാൻ, ഞാനത് എന്താ പറയുക, വെറുതെ അങ്ങനെ പറഞ്ഞതല്ല. ഓക്കെ, സോ ആസ് എ ടൂറിസ്റ്റ്, ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയിൽ മാത്രമേ എനിക്ക് ആ രാജ്യമായിട്ട് പരിചയമുള്ളൂ. കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അവിടെ ജീവിക്കുന്നത്, അവിടെ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് പേര് ഒക്കെ അങ്ങനെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ഒന്നുമല്ല, ഞാൻ ഈ പോയ രാജ്യങ്ങളെ കുറിച്ചൊക്കെ പറയും. ഞാൻ എന്താ പറയുക, ഞാൻ ഒരു ടൂറിസ്റ്റായിട്ട് പോയതാണ്. ഓക്കെ, സോ അപ്പോൾ ഒരു ടൂറിസ്റ്റായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ 10 മന്ത്സിനിടെ ഇത് സെക്കൻഡ് ടൈമാണ് പോകുന്നത്. ഈ 2 തവണയും ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് 30 ഡേയ്സ് അതേ വിസ തരുവുള്ളായിരുന്നു. ഒരു ഫസ്റ്റ് ടൈം ജപ്പാനിൻ്റെ വിസ 1 മന്തേ തരുള്ളൂ. 31 ഡേയ്സ്. 31 ഡേയ്സിന് 1 ഡേ ബാക്കാണ്, എനിക്ക് ഫ്ലൈറ്റാണ്. ഓക്കെ, ആ 1 മന്ത് ഫുൾ എനിക്ക് കിട്ടിയിരുന്നു. അത് സമ്മറിലായിരുന്നു പോയത്. ഓക്കെ, ഇത്തവണ പോയപ്പോൾ എനിക്ക് 3 മന്ത്സ് വിസ ഉണ്ടായിരുന്നു. 3 മന്ത്സ് വിസയിൽ ഞാൻ ഓൾമോസ്റ്റ് ഇതായിട്ട് എന്താ പറയുക, ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് ലാസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് പോകുന്നതിന് തൊട്ട് ഒരാഴ്ച മുമ്പ് മറ്റോ, പിന്നെ അതാണ് ഈ ഹോട്ടൽസിൻ്റെയൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്ലാഷ് വന്നത്. ബിക്കോസ് ഞാൻ എടുത്ത ഹോട്ടൽസൊക്കെ ഞാൻ എടുത്തെടുത്ത് തന്നെയാണെങ്കിലും ഡേറ്റ് മാറ്റി താമസിക്കേണ്ടി വന്നു. ഓക്കെ, ചിലതൊക്കെ മാറ്റി താമസിക്കേണ്ടിയും വന്നു. അപ്പം ആ ഒരു എന്താ പറയുക, സെക്കൻഡ്, അതായത് ഞാൻ ഈ 10 മന്ത്സിനിടയ്ക്ക് 85 ഡേയ്സ് ഞാൻ പറഞ്ഞു. ഓക്കെ, 85 ഡേയ്സിൽ താമസിച്ച അത് ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞു വന്നത് ഞാൻ ഫ്ലൈറ്റിൻ്റെ, അതായത് ആക്ച്വലി ഞാൻ അതിനു മുമ്പ് ഞാൻ ബാങ്കോങ് ആയിരുന്നു. പോയിട്ട് വന്നപ്പം എന്താ പറയുക,
അവർ ഇൻഫർമേഷൻ തന്നു. ഓക്കെ, ഞാനതൊരു വീഡിയോ പറഞ്ഞു. അവർ മെയിൽ അയച്ചു. അതായത് 5 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു. 5 മിനിറ്റ്സ് ആണോ 5 മിനിറ്റ്സോ 15 മിനിറ്റ്സോ 5 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനിപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ആ സമയത്താണ് ഞാൻ പറയുന്നത്, കറക്റ്റ് അങ്ങ് പറഞ്ഞു പോകും. ഓക്കെ, എനിക്ക് ഈ ഓർത്ത് പറയുന്ന കാര്യം കുറച്ച് കഷ്ടമാണ്. അപ്പോൾ അത് അത്ര 5 മിനിറ്റ്സ് എന്തോ ആണെന്ന് തോന്നുന്നത്. അത് ഡിലേ ആണ്. വേണമെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്യാമെന്നോ ആ ഒരിത്. സീരിയസ്ലി വേറെ ഏത് രാജ്യം, നിങ്ങളൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, വേറെ ഏത് രാജ്യത്തുനിന്ന് വരും അങ്ങനെ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ മെയിൽ. ഓക്കെ, മീൻസ് അത് അപ്പോൾ എന്ത് വേണേൽ നമ്മുടെ ഇതാണ്. അതല്ലെങ്കിൽ അവർ മണി ബാക്ക് ചെയ്യും. ഓക്കെ, സോ അത് എടുത്തൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അപ്പം ഞാനിവിടെ തകൃതിയായിട്ടിരുന്ന് ബുക്കിങ്ങും കാര്യങ്ങളും കുറേയൊക്കെ ചെയ്യുന്നത്, കാരണം എനിക്ക് ടൈമില്ല, ഉടനെ പോകണം. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഓക്കെ, കുറച്ച് ഡേയ്സ് കട്ട് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഒരു 2 മന്ത്സ് ആക്കിയിട്ട് കുറച്ച് കട്ട് ഡൗൺ ചെയ്യാം. കാരണം 2 കാര്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ഭയങ്കര ഒരു വിഷമത്തിലുമായിരുന്നു. കാരണം ഈ 1 മന്ത് എന്ന് പറഞ്ഞാൽ കട്ട് ഡൗൺ ചെയ്യാൻ കാരണം, ഞാൻ 1 മന്ത് ക്യോട്ടോയിൽ ഒരു എന്താ പറയുക, നമ്മൾ അപ്പാർട്ട്മെൻ്റ് അല്ല, 1 മന്തിന് വേണ്ടിയിട്ട് ഞാൻ റെൻറ്റ് ചെയ്തെടുത്തായിരുന്നു. ഓക്കെ, അപ്പം അത് അറൗണ്ട്, അപ്പം അത് നമുക്ക് മറ്റേന്ന് പറഞ്ഞാൽ ഒരു പെർ ഡേ ഹോട്ടലിന് അറിയാലോ, ഹൈ റേറ്റ് ആണ്. അപ്പം ഇതെന്തോ 2 lakhs അടുത്തേ വരുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ എടുത്തു. കാരണം 1 മന്ത് എനിക്ക് അവിടെ ക്യോട്ടോയിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ടെന്ന് അറിയാം, ഞാൻ ഒന്ന് പോയതുകൊണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ്, അപ്പം ഞാൻ അങ്ങനെ നോക്കി. അപ്പോഴത്തേക്ക് ഞാൻ എന്താ പറയുക, ആ ഡേറ്റ് മാറ്റി നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഒരു സക്കുറ ഹൗസ് ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്തത്. സക്കുറ ഹൗസ് ഞാൻ പിന്നെ കണ്ടു, ക്യോട്ടോ പോയപ്പം കണ്ടു. ഓക്കെ, സോ അത് പോയി. ആ സമയത്ത്, അതായത് കുറച്ച് ദിവസത്തേക്ക് കണ്ടിയുള്ളൂ ആ ഡേറ്റ്. ആദ്യത്തെ തുടക്കത്തിൽ എന്തോ സംതിങ് ഇതായി. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. അപ്പം ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞു ഓക്കെ, എന്നാൽ അത് കുറച്ച് കട്ട് ചെയ്തിട്ട് ക്യോട്ടോയിൽ കുറച്ച് ദിവസത്തേക്കൊന്ന് പോയിട്ട് വരാം, അത്രയേ ഉള്ളൂ. കാരണം 1 മാസം ഞാൻ താമസിക്കുന്നില്ല, കാരണം ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഗോൾഡൻ വീക്ക്, അതായത് ജപ്പാൻ്റെ ഗോൾഡൻ പീരീഡിലാണ് ഞാൻ പോകുന്നത്. സക്കുറ സീസൺ, ഗോൾഡൻ വീക്ക്, പിന്നെ എന്താ പറയുക, ഒസാക്ക ഫെസ്റ്റ്, ദിസ് ഓൾ ഹാപ്പനിങ് ടുഗദർ. അപ്പം ഒരു കാര്യം തന്നെ, ഇവൻ സക്കുറ സീസണിൽ തന്നെ പോയിട്ടുള്ളവർക്കറിയാം, ഇറ്റ്സ് ഹൈലി എക്സ്പെൻസീവ്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഏറ്റവും എന്താ പറയുക ഫെസ്റ്റിവൽ സീസണാണ്. ഓഫ് കോഴ്സ് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഹോട്ടൽസും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഹൈ റേറ്റഡ് ആണ്, ഹൈലി എക്സ്പെൻസീവ് ആണ്, കിട്ടാനും ഇല്ല. അപ്പം ഇതൊക്കെ മന്ത്സ് ബാക്ക് ആൾക്കാർ ബുക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഞാനൊക്കെ വല്ല ഓൺ ദ സ്പോട്ടിൽ ചെന്നിട്ട് ചെയ്യുന്ന പോലെ അല്ല. പക്ഷേ ഓഫ് കോഴ്സ് ഞാനിവിടെ എനിക്ക് കുറേ ബുക്കിങ് കാര്യങ്ങൾ ഞാൻ ഇത്രയും സമയത്ത് ചെയ്തു വെച്ചാൽ, അപ്പോൾ ആ ഡേറ്റ് അങ്ങോട്ട് ബാക്കിലോട്ട് പോയപ്പോൾ കുറച്ചൊരു കാശ് വന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയത്. എനിവേ, അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറയാം, അതെനിക്ക് അതാ ഞാൻ പറഞ്ഞത്, ഏതൊരു സിറ്റുവേഷനും, അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ഏതൊരു സിറ്റുവേഷനും ഇപ്പം നമുക്കൊരു കാര്യം സംഭവിച്ചു നമ്മുടെ ലൈഫിൽ, നിങ്ങളത് പോസിറ്റീവായിട്ടൊന്ന് എടുത്ത് നോക്കിയേ. ഓക്കെ, ഇഫ് യു ടേക്ക് ഇറ്റ് ആസ് എ പോസിറ്റീവ് വേ, നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇറ്റ് വിൽ ബി ആൻ അമേസിങ് എക്സ്പീരിയൻസ്. കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഓക്കെ എനിക്കുണ്ടായത് കൊണ്ട് എനിക്ക് പിന്നീടുള്ള, നിങ്ങൾ ഇനി എൻ്റെ എപ്പിസോഡ്സ് കാണുമ്പം യു വിൽ വണ്ടർ, ആക്ച്വലി നോ ഡൗട്ട്, ഒരു സംശയമില്ല. കാരണം ഞാൻ ഏതൊക്കെ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ പോയി താമസിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. താമസിക്കാൻ മാത്രമല്ല, ആ ഒരു ധൈര്യം എനിക്ക്. ഓക്കെ, അപ്പം അതുവരെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഒരു പാമ്പറിങ് ഒരു ചൈൽഡ് എന്ന് തന്നെ പറയാം, അതേപോലെയാണ് എന്നെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും വർഷമായിട്ടും ഞാൻ ഇത്രയും വലുതായിട്ടും ഒന്നും ആരും അതൊന്നും, ഇവൻ മോൻ പോലും എന്നെ എന്താ പറയുക ഫറ്റി എന്നാണ് വിളിക്കുന്നത് വരുന്നത്. കാരണം അവൻ്റെ ഒരു സിസ്റ്റർ, ഓക്കെ, അത് സ്റ്റോറി പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഓക്കെ, ഡു യു ബിലീവ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇറ്റ്സ് ഏതോ ഫിലിമിൽ നടന്ന കാര്യമാണെന്ന്. ഓക്കെ, നോ. അതായത് ഒരു ബോയ്സ് ഹോസ്റ്റലിൽ, യു ഹാവ് ടു ലിസൺ കെയർഫുള്ളി, ഒരു ബോയ്സ് ഹോസ്റ്റലിൽ ഞാൻ 2 ദിവസം താമസിച്ചിട്ടുണ്ട്. സോ നോ വണ്ടർ, നോ മാറ്റർ വാട്ട്, അതെന്താ കാര്യം, അതാണ് ഇനി ആ സ്റ്റോറി പറയാം. ഇപ്പം കണ്ടോ, ഇതാണ് എന്ത് പറയണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല ഇവിടെ വരുന്നത്, പക്ഷെ പെട്ടെന്ന്. അതായത്
മോന് 10th വരെ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ച്. അപ്പോൾ 10th ആയപ്പോഴത്തേക്ക് അതും ഒരു ഭയങ്കര ഒരു എന്താ പറയുക, അതും ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനകത്തൂടെ ഒന്നല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ എവിടെ പറഞ്ഞാലും ഞാൻ പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, കാരണം വേറൊന്നും കൊണ്ടല്ല, എന്നെ അറിയുന്നവർക്കറിയാം. ഓക്കെ, സോ ഇതുപോലൊരു പീസ് ഇനി ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കും. ഓക്കെ, ഇറ്റ്സ് എ യുണീക്ക് പീസ്. ഓഫ് കോഴ്സ് എല്ലാവരും ഓരോ യുണീക്ക് ക്യാരക്ടറാണ്. ഓക്കെ, അതിന് നോ ഡൗട്ട്. പക്ഷേ എന്നെ സ്പെഷ്യലി ഇതൊരു സ്പെഷ്യൽ മെയ്ഡാണ്, നിന്നെപ്പോലൊരു പീസ് നീയേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. ഓക്കെ, യു ആർ എ യുണീക്ക് പീസ് എന്നൊക്കെ പറഞ്ഞു. എന്താ വെച്ചാൽ, കാരണം എനിക്ക് ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലേ ഒരു സിറ്റുവേഷൻ അല്ലേ ഇതെന്നല്ല, ഏതൊരു കാര്യമാണെങ്കിലും ഞാനൊരു ഡിസിഷൻ എടുത്താൽ അത് എടുത്തതാണ്. ഓക്കെ, കാരണം നോ മാറ്റർ വാട്ട്. പിന്നെ രണ്ടാമത് എനിക്ക് വരുന്ന, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാമിലി, അത് ഞാൻ എന്ത് എടുത്താലും അത് അവർ സപ്പോർട്ടീവാണ്. അതുകൊണ്ടാണല്ലോ എനിക്കിവിടെ വന്നിരിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ അത് എന്താ കാര്യം വെച്ചാൽ, ഞാൻ മോൻ്റെ 9th എൻ്റെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓക്കെ, ആ സമയത്താണ്, അല്ല 10th എൻ്റെ ഇത്. അപ്പം അതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം അതിൻ്റെ എൻ്റെ ഇവിടെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂർ, അത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ലുലു ഗ്രൂപ്പിൻ്റെയൊക്കെ അവരുടെ ഒരു റിലേറ്റീവാണ്. അപ്പോൾ അതിനിവിടെ ബിസിനസ്സുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് അവരിവിടെ ബിസിനസ്സുണ്ട് സിറ്റിയിൽ. അപ്പം പുള്ളിക്കാരന് അവരൊക്കെ ആയിട്ട് അവർ നമുക്ക് വരും. പിന്നെ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ട് അടുത്തുള്ള പ്രൊഫഷൻ ഷോപ്പ് നടത്തിയിരുന്നത് പുള്ളിക്കാരൻ്റെ അങ്കിളായിരുന്നു. അപ്പം ഈ അങ്കിളും ആൻറ്റിയൊക്കെ അവിടെ വന്ന് അവർ എന്താ പറയുക, പുള്ളിക്കാരത്തി വളരെ ഒരു എന്താ പറയുക, നമ്മുടെ അറിയാമല്ലോ, ഒരു മലബാർ ഒരു നല്ലൊരു വീട്ടമ്മയാണ്. ഓക്കെ, സോ പക്ഷേ അപ്പോൾ അവിടെ വന്ന് താമസിക്കുമ്പോഴത്തേക്ക് നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തരും. അങ്ങനെ എനിക്ക് ഫിഷ് ബിരിയാണിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക, നമ്മുടെ ഫിഷ് വെച്ച് നെമ്മീൻ വെച്ചിട്ടുള്ള. ഓക്കെ, അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തരും. ഓക്കെ, ഇപ്പം ഇല്ല, ഇപ്പം അവർ പോയി ഒത്തിരി വർഷമായി. അപ്പം ഞങ്ങളുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഈ അങ്കിളാണ് വളരെ പാവമാണ്, നല്ലൊരു ഇതാണ്. അപ്പം ഈ പുള്ളിക്കാരന് കുറച്ച് എങ്ങാണ്. അപ്പം പുള്ളിക്കാരൻ അവിടെ നിന്ന് എന്താ പറയുക, ഇതുപോലെ ഭയങ്കര വലിയ ബിസിനസ്മാനല്ലേ, ഭയങ്കര ലക്ഷറി കാറൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്താ ഈ കാറിൻ്റെ കാര്യം പറയുക വെച്ചാൽ, എന്നെപ്പോലെ തന്നെ മോനും ഭയങ്കര ക്രേസാണ് വണ്ടി. ഓക്കെ, കാര്യം ഞങ്ങളിവിടെ പറയും, പുള്ളിക്കാരനാണെങ്കിൽ ഒരു കാര്യത്തിലും ഒരു ഇതുമില്ല, ഏതാണോ വണ്ടി ഓക്കെ പോകാത്രേ ഉള്ളൂ. പക്ഷെ അതിനൊരു സൈക്കിൾ കൊടുത്താലും ഈ സോ ഹാപ്പി. പക്ഷെ അമ്മയും മോനും നേരെ തിരിച്ചാ, എല്ലാം കൊച്ചിലെ മുതലേ വലിയ വണ്ടി നോക്കി പോകും. ആ വണ്ടി നോക്കി പോകുന്നതിൻ്റെ കഥ ഒന്ന് പറയുമ്പോൾ ഒന്നൊന്നായി വരും. എനിവേ അതും പറയാം, അത് എൻ്റെ ഇത് കഴിച്ചിട്ട് പറയാം. അപ്പം അപ്പം ഇങ്ങനെ ഇവർ വന്നിങ്ങനെ അങ്ങനെ പുള്ളിക്കാരൻ്റെ ത്രൂ പരിചയപ്പെട്ടാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ കണ്ടിട്ടില്ല. പുള്ളിയുടെ ബ്രദറിലോയാണ്. ഓക്കെ, ഈ നമ്മുടെ ഒരു ഫേമസ് പ്രൊഡ്യൂസറാണ് മലയാളത്തിലെ. ഓക്കെ, വർഷങ്ങളായിട്ട് ഒരുപാട്. അപ്പോൾ പുള്ളിക്കാരന് എന്താ പറയുക, അപ്പോൾ ഒരു ന്യൂ ഇയർ ഞങ്ങളും എന്ന് വെച്ചാൽ മറ്റേ പ്രൊഡ്യൂസറല്ല, നമ്മൾ ഇത്രയും പേരും കൂടെ ആഘോഷിച്ച് അങ്കിളുണ്ടായിരുന്നു, ആൻറ്റി ഇല്ലായിരുന്നു. ഓക്കെ, അങ്കിളുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ആഘോഷിച്ച്, അത് നമ്മളെല്ലാ വർഷവും ട്രിപ്പ് പോകും. ഓക്കെ, ഞാൻ പറഞ്ഞത് യാത്രകൾ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ചെയ്തിട്ടില്ല എന്നല്ല, അത് ഇനി പറയുന്ന ഘട്ടം തൊട്ടാണ് കുറച്ചൊക്കെ. പിന്നെ ഒന്നുകിൽ മോനുണ്ടാവുമായിരുന്നു, അല്ല കുഞ്ഞായിരിക്കുമ്പോൾ ഒരുപാട് ഞാൻ യാത്ര വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ജൊറാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട്, കേരളത്തിലോട്ട് വരാനായിട്ട് 5 days ഒക്കെ എടുക്കുമായിരുന്നു ട്രെയിനിൽ. അപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എന്താ പറയുക, മോനുമായിട്ടൊക്കെ മോന് 1 വയസ്സൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്തോ അതേ പറ്റില്ലേ, ഈ ബുദ്ധിയില്ലാത്ത ഒരു ജന്മം എന്ന് പറയാം ചില സമയത്തല്ലേ എപ്പോഴും അങ്ങനെ തന്നെ. കാരണം എന്താ പറയുക, നമുക്കൊരു അറിയാമെങ്കിലല്ലേ, ഞാൻ പറയില്ലേ, എന്താ പറയുക, പാട്ടിനെ കുറിച്ച് അറിയുന്നവർക്ക് പാടാൻ ധൈര്യം ഉണ്ടാവില്ല എന്ന് പറയും. ഞാൻ പാടും, കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അറിയാത്ത ഒരു കാര്യം ചെയ്യുന്നതിന് നമുക്ക് ആ ഒരു പേടി വരില്ല. ഓക്കെ, അപ്പോൾ അതുപോലെയായിരുന്നു എൻ്റെ അന്നത്തെ യാത്രകളൊക്കെ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ കുറേ വർഷം ഞാനൊന്നും അങ്ങനെ ആകെ നമ്മൾ കേരളത്തിലോട്ട് വല്ലപ്പോഴും ഒറ്റയ്ക്ക് ഒന്ന് വരും, 2 ദിവസം നിൽക്കും, പോരും, അങ്ങനെയായിരുന്നു.
അപ്പം ഈ 55 ദിവസത്തെ യാത്രയുടെ കഥ പറഞ്ഞാൽ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു കഴിഞ്ഞ 20 ഇയേഴ്സിൽ ഞാൻ കേരളത്തിൽ താമസിച്ചതിനേക്കാൾ കൂടുതലാണ് ഞാൻ ഈ 10 മന്ത്സിൽ 2 തവണയായിട്ട് ജപ്പാനിൽ താമസിച്ചത്. യെസ്, കറക്റ്റാണ്. കാരണം അത്രത്തോളം ഞാൻ അതും കണ്ടിന്യൂസ് താമസിച്ചത് കൊണ്ട് എനിക്ക് ആ രാജ്യത്തിൻ്റെ കുറേ കൾച്ചർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പോലും അത് ഞാൻ കുറേ എന്താ പറയുക ഫോറിനേഴ്സിൻ്റെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പോയിട്ട് പല രാജ്യത്തുള്ളവർ, ഓക്കെ, പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, പല രാജ്യത്തുള്ളവർ പോയിട്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ജപ്പാൻ്റെ ഈ സൈഡ് കണ്ടിട്ടുണ്ടോ, ആ സൈഡ് കണ്ടിട്ടുണ്ടോ, അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനൊന്നും അല്ല. എല്ലാ നമ്മൾ എന്താ പറയുക, നമ്മുടെ രാജ്യത്ത് ഞാൻ പറയുന്നത് പോവർട്ടി അല്ലെ പൂവർ എന്ന് പറയുന്നത് എന്താ ഞാനതിന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ദാരിദ്ര്യമുണ്ട്. ദാരിദ്ര്യമുണ്ട മീൻസ് അത് മനുഷ്യരിൽ പണത്തിൻ്റെ അല്ല, പൈസയുടെ അല്ല, എന്താ പറയുക, നമ്മുടെ ക്യാരക്ടറിലുള്ള ഒരു കുറവാണ്. അതെനിക്ക് എങ്ങനെ അത് പറയുന്നതെന്ന് അറിയില്ല. ഞാൻ ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ഈസിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാര്യം ഒരു 5 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നമ്മൾ എന്താ പറയുക ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റയിലൂടെ കാണുന്ന ഒരാളുടെ കൂടെ പോകുന്ന ഒരു എന്താ പറയുക സോ കോൾഡ് ലേഡീസ് അല്ലെങ്കിൽ കുട്ടികൾ, ഓക്കെ, സോ അവരെക്കുറിച്ചാണ് അവരുടെ ഉള്ളിലുള്ള ദാരിദ്ര്യം എന്താണെന്ന് ഐ ഡോണ്ട് നോ. അത്രയും ഞാൻ പറയുന്നുള്ളൂ. കാരണം വെച്ചാൽ ഇത്രയും കോമൺ സെൻസ് ഇല്ലാണ്ട് എങ്ങനെ ഇന്നത്തെ കാലത്ത് മനുഷ്യർ, ഞാൻ ചോദിക്കട്ടോ, എഡ്യൂക്കേഷൻ കൂടുന്തോറും മനുഷ്യൻ്റെ കോമൺ സെൻസ് എന്താ പറയുക താഴോട്ടാണ് വരുന്നത്? ഐ ഡോണ്ട് നോ. ഓക്കെ, സോ എനിവേ ഫർഗെറ്റ് ദാറ്റ് ചാപ്റ്റർ. കാരണം ഞാൻ എത്ര ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസോ അങ്ങനെയൊന്നും തരാം, ഞാൻ അങ്ങനെ ആരെയും ഇതാക്കാനൊന്നും വരുന്നതല്ല. ഓക്കെ, എനിവേ എനിക്ക് എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ വരുന്നത്. അറിയാതെ അങ്ങ് പറഞ്ഞു പോകാനാണ് ചില കാര്യങ്ങളൊക്കെ കാണുമ്പം കേൾക്കുമ്പോഴും. ഓക്കെ, എനിവേ ഫർഗെറ്റ് ഇറ്റ്. അതായത് ഞാൻ ഹോസ്റ്റലിലെ കഥ പറയാം. ഐ ആം സോ സോറി, എപ്പോഴും ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ പുള്ളിക്കാരനൊക്കെ പറയും അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് പറയും അപ്പം ഞാൻ പറയും നമ്മളെന്തായിരുന്നു ഞാൻ പറഞ്ഞു തുടങ്ങിയത്, കേൾക്കും, മിണ്ടാണ്ടിരിക്കും. എന്നിട്ട് പിന്നെ പറയും ഇങ്ങനെ TV നോക്കി മിണ്ടായിരിക്കും, കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. എന്നിട്ട് കുറേ കഴിയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ കഥ പറഞ്ഞ് പോകും. അത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ഞാൻ ചോദിക്കും ഞാൻ എന്തായിരുന്നു ആക്ച്വലി പറയാൻ വന്നത്, ഇതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയാം. അവൾ തുടങ്ങുന്ന ഒന്ന് നിർത്തുന്നത് വേറൊന്ന് എന്ന് പറയാം. അത് തന്നെയാണ് എൻ്റെ ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള കുഴപ്പം. ഞാൻ ഓടുമ്പം ഇങ്ങനെ ഇരിക്കാൻ എനിക്കിപ്പോൾ കുറച്ച് സമയമേ കിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ഇനിയും ബാക്ക് ടു ട്രാവൽ ഓടിയാൽ പിന്നെ എനിക്ക് ഈ ഒരു നിങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇതുണ്ട്. ഓക്കെ ഇനി ഹോസ്റ്റലിൽ ഞാൻ എങ്ങനെ താമസിച്ചെന്നുള്ളത്. അതിനു മുമ്പ് ഇതിൻ്റെ കഥ പറഞ്ഞില്ലല്ലോ, പ്രൊഡ്യൂസറുടെ മീൻസ്. അപ്പോൾ ഈ പാർട്ടിയെല്ലാം കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആ സമയത്ത് ഞാനിങ്ങനെ പ്രോപ്പർട്ടിയുടെ എന്തോ പറഞ്ഞായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ, ഞാൻ എൻ്റെ ഒരു ബ്രദറിലും ഉണ്ട് ഇങ്ങനെ. അപ്പം പുള്ളി ബിസിനസ്സാണെന്നേ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഫിലിമോ അങ്ങനെയൊന്നും ആണെന്ന് പറഞ്ഞില്ല, ബിസിനസ്സുണ്ട്. ഞാൻ നമ്പർ കൊടുക്കാം, ചിലപ്പോൾ എപ്പോഴെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, സോ അത് ഒരു ഫൈൻ മോർണിംഗിൽ എനിക്കൊരു കോള് വന്ന് കോള് വന്നിട്ട് പുള്ളിക്കാരനും ദുബൈയിൽ നിന്ന് എന്തോ വന്നിട്ട് പിന്നെ കൂർഗിൽ അവിടെ എന്തോ ഒരു ഇതുണ്ട്, എസ്റ്റേറ്റ് കുറേ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തോ ഡീലിങ്സിന് വേണ്ടിയിട്ട് അവിടെ പോകുന്ന വഴിക്ക് എന്തോ ആയിരുന്നു. പോയപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെ. അപ്പോൾ എന്നോട് പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ കേട്ടോ. പഴയ നമ്പർ തന്നെ ആയിരുന്നു എപ്പോഴും. അപ്പോൾ ആ നമ്പർ മാത്രമേ ഉള്ളൂ, അങ്ങനെ വാട്സപ്പോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, സോ അങ്ങനെ ഫോട്ടോയോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ വിളിച്ചിട്ട് ഓക്കെ ഞാൻ നെക്സ്റ്റ് വീക്ക്
വരുന്നുണ്ട്. അപ്പം പുള്ളിയുടെ എന്തോ BMW കാറിൻ്റെ എന്തോ ഒരു പാട്ടോ എന്തോ മേടിക്കാനായിട്ട് എന്തോ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വരുന്നുണ്ട്. അപ്പം ഞാൻ കാറിലായിരിക്കില്ല, ഫ്ലൈറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിന് സിറ്റിക്ക് ഇടയ്ക്കാണ്. അപ്പം ഒന്ന് കാണാൻ അപ്പം സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതങ്ങ് വിട്ടു. പിന്നെ ഒരു ദിവസം കോൾ വന്നു, ഇങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, പിന്നെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്, ഇന്നപോലെ എവിടെ വെച്ച് കാണാൻ പറ്റും ഇങ്ങനെ എന്ന് പറഞ്ഞു സംസാരിക്കാൻ. അപ്പോൾ ഞാൻ ആക്ച്വലി അന്ന് എന്താ പറയുക, വർക്കിംഗ് ഡേ ആണ്. ഓക്കെ. അപ്പം പുള്ളിക്കാരൻ ഓൾറെഡി ഓഫീസ് പോയി. അപ്പോൾ ഇല്ല. അപ്പോൾ ഇങ്ങനെ അപ്പോൾ എന്നോട് ചോദിച്ച്, അപ്പം ഞാൻ പുള്ളിക്കാരനോട് വിളിച്ചു വെച്ച് ഇങ്ങനെ പുള്ളിക്കാരൻ വിളിക്കുന്നു, ഇപ്പം പോയി കണ്ട് സംസാരിക്കണം എന്തോ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പം ജസ്റ്റ് നമ്മുടെ ഒരു 2 കിലോമീറ്ററിന് അപ്പുറത്തൊരു മോളുണ്ട്. ഓക്കെ. ജസ്റ്റ് പറഞ്ഞാൽ അവിടെ പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടപ്പോൾ അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ സമയത്ത് നമുക്ക് ഒരു കാറേ ഉള്ളൂ. അന്ന് എനിക്കായിട്ട് കാർ വന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ മോൻ ചെറുതുമാണ്. ഓക്കെ. അപ്പോൾ ഒരു കാറേ ഉള്ളൂ. യെസ്, ഒരു കാറേ ഉള്ളൂ. പുള്ളിക്കാരൻ കൊണ്ടുപോയിക്കുവാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു ഇത് പിടിച്ചിട്ട് ഒരു ക്യാബ് പിടിച്ചിട്ട് തൊട്ടടുത്തല്ലേ പോയിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ക്യാബോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ വീടിന് 2 കിലോമീറ്ററിനകത്താണ്, അതുപോലും പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പോയി അവിടെ വെച്ച് കണ്ട് പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ചൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോയിട്ട് അത് കഴിഞ്ഞ് ഞാനീ പോന്നു നമ്മൾ സംസാരിച്ചിട്ട് പോന്നു. അപ്പോൾ ഇന്നപോലെ പുള്ളിയുടെ ഇത് ഞാൻ പറഞ്ഞ ഈ നിയർ ടു അസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കോൾ ചെയ്തിട്ട് ചോദിച്ച്, ഫിലിമിൽ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. നോ. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ ഫോർമൽ സംസാരിച്ച് പോയതല്ലേ ഉള്ളൂ. അപ്പം ചോദിച്ചുണ്ടോ? ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ. ഞാനിങ്ങനെയാണ് പറയുന്നത്. ഓക്കെ. ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര മെച്ചുവേർഡാവും. നോ, ഐ ആം നോട്ട് യങ്, മൈ സൺ ഈസ് ഇൻ ദ 9th സ്റ്റാൻഡേർഡ് സംതിങ് എന്ന് പറഞ്ഞു. ഓക്കെ. ഐ ഡോണ്ട് സോ വാട്ട്. ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലെന്തോ അങ്ങനെയല്ല, നമ്മൾ കല്യാണം കഴിച്ചവരാരും അഭിനയിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് അഭിനയമില്ല, അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ഒരു ഫീൽഡല്ല. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു അല്ല അപ്പോൾ നിങ്ങൾ ഓർത്തോണം, ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ് ചെയ്യാൻ എനിക്ക് അറിയില്ല, പേടിയായിരുന്നു. ആ സമയത്തുള്ള കഥയായി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. എന്നാലും പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല, ഞാൻ ഹസ്ബൻഡുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പം എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഓക്കെ പുള്ളിക്കാരനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പുള്ളി സംസാരിച്ചു. പുള്ളി പറഞ്ഞു ഓക്കെ യു ക്യാൻ കം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ നമ്മുടെ വീട്ടിൽ വന്ന് എന്താ പറയുക, അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചു. അപ്പം മോനും ഉണ്ട്. ഓക്കെ. ചോദിച്ചു ഞാൻ എന്താ പറയുക കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടും. അതിൻ്റെ ക്രൂ എന്ന് പറയുന്നത്, ഞാനത് നാഷണൽ അവാർഡ് വിന്നർ ഡയറക്ടർ, ഓക്കെ, ഒരുപാട് അവാർഡ്സ് കിട്ടിയ ഒരു ഡയറക്ടർ, നമ്മുടെ മെഗാസ്റ്റാറിനെ വെച്ചിട്ടാണ് ഫുള്ള് ഓൾമോസ്റ്റ് 90% പടവും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും ആ ഒരു ഇതാണ്. അതിനകത്ത് 2 നാഷണൽ അവാർഡ് ഉള്ള ഫേമസ് ആയിട്ടുള്ള 2 പേരുണ്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ 2 പേരും ഡയറക്ടറും പിന്നെ എന്താ പറയുക പ്രൊഡ്യൂസർ ഓഫ് കോഴ്സ് ഇദ്ദേഹമാണ്. ഇത്രയും പേരെ കാസ്റ്റ് മീൻസ് ഉള്ളു. അതിൻ്റെ ഒരു എന്താ പറയുക മോഷൻ പോസ്റ്റർ എന്താ അതിന് പറയുന്നത്, ആ ഒരു ഇത് കൊണ്ടാണ് പുള്ളിക്കാരൻ എൻ്റെ അടുക്ക വന്നിട്ടാണ് കാണിച്ചത്. അതിൻ്റെ പേരും ഉണ്ട്, സിനിമയുടെ പേരും ഇട്ടിട്ടുണ്ട്. താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. സത്യം പറയാമല്ലോ, ശരിക്കും പറയാനായിട്ട് എന്താ പറയുക
പേടിയുണ്ട്. എന്നിട്ടും ഇവരെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്നുള്ള ഇതിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു ഒറ്റ ഇതിൽ ഞാൻ പുള്ളിക്കാരനാണ് പറഞ്ഞത്, ഓക്കെ യു ട്രൈ വൺസ് എന്ന് പറഞ്ഞു. ഓക്കെ, അതല്ലെങ്കിൽ വേണ്ട, നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. ഇത്രയും നല്ലൊരു ക്രൂ ആയതുകൊണ്ട്. അതും പുള്ളിക്കാരൻ ഡയറക്റ്റ് വീട്ടിൽ വന്ന് ഇവരെ വിത്ത് പെർമിഷൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം ഓക്കെ, ചില സമയത്ത് ഒന്നും ആലോചിക്കാതെ പറയാം ഓക്കെ എന്ന് പറഞ്ഞു. അടുത്ത ട്വിസ്റ്റ് അതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇത് കുറേ മാസങ്ങൾക്ക് മുമ്പായിരുന്നു. അതായത് അപ്പോൾ അത് കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഒരു കോണ്ടാക്റ്റും ഒന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളവർ പോലും ആണെങ്കിലും ചിലപ്പോൾ വർഷത്തിലായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെയൊക്കെയാണ്. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരിവിടെ അപ്പോൾ പിന്നെ ഞാനിതൊക്കെ വിട്ട്, കാരണം മോൻ്റെ 10th അവന് നമ്മൾ ഒരു സപ്പോർട്ടും ഇല്ല. ഒരു എന്താ പറയുക, നമ്മൾ അങ്ങനെ ഒരിക്കലും അയ്യോ നീ എന്താ പഠിക്കുന്നോ അങ്ങനെ ഒന്നുമുള്ള ചോദ്യങ്ങളൊന്നും കുഞ്ഞിലേ തൊട്ടേ ഇല്ല. എല്ലാം സെൽഫാണ്. ഇന്നും അതേ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ലീഷില്ലാതെ വളർത്തിയതുകൊണ്ട് കുറേ കാര്യങ്ങൾ നല്ലതുണ്ടാവാം ചീത്തയുണ്ടാവാം, നിങ്ങൾക്ക് എനിക്കറിയില്ല. പക്ഷേ ആസ് എ മദർ ഞാൻ പറയും ഓക്കെ, അതൊരുപാട് ഗുണം ചെയ്ത്. കാരണം വെച്ചാൽ എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാനും ഒരു കാര്യങ്ങൾ ചെയ്യാനും. എന്തിന് ആ ജോബ് കിട്ടുമ്പോൾ അവന് പ്ലേസ്മെൻറ്റ് കിട്ടിയതാണ്. ഓക്കെ, ആ കോളേജിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയത് അവനാണ്. ആ പോകുന്ന ഇതിൽ എന്താ പറയുക, അത് 4 റൗണ്ട് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. നമ്മളറിഞ്ഞില്ല. ഓക്കെ, 4th റൗണ്ടിൽ, കാരണം പറയുമ്പം അത് ലീഗലി തെറ്റാണ്. കാരണം ഇവൻ ചെറുതിലെ തൊട്ടേ ഇവന് വണ്ടി ഓടിക്കാനൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇവൻ കോളേജിൽ പോകുമ്പം വണ്ടി ഓടിക്കുമായിരുന്നു. ഓക്കെ, കാറിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കാറിലാണ് പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ അന്ന് എന്നോട് ചോദിച്ച്, അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇതാകും, അന്ന് ബൈക്ക് വേണം ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എന്നിട്ടും അവൻ്റെ 18th ബർത്ത്ഡേക്ക് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തതാണ്. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചെന്നും പറയാൻ പറ്റത്തില്ല, എൻ്റെ പോക്കറ്റ് മണി കൊണ്ട് കൊടുത്തതാണ്. കാരണം പുള്ളിക്കാരൻ ഒട്ടും ഇൻട്രസ്റ്റ് അല്ലായിരുന്നു ബൈക്ക്. ഓക്കെ, അപ്പോൾ അത് പുള്ളി പറഞ്ഞില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ പോക്കറ്റ് മണി അങ്ങോന്ന് വരുന്നതാണെങ്കിൽ പോലും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനാണ് കൊടുത്തത്, ഓഫ് കോഴ്സ്. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ പറയുകയും ചെയ്ത്, ഷോറൂമിൽ പോയിരുന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് വല്ല 1 ലക്ഷത്തിൽ താഴെ വല്ല ബൈക്കിനൊക്കെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളാരും 2 വീലർ ഇല്ല, ഉപയോഗിക്കുന്നില്ല. അപ്പം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ കുറേ ലക്ഷങ്ങളുടെ ബൈക്കും വെച്ചുകൊണ്ട് നോക്കി നിന്നിട്ട് ഇതാണെന്ന് പറഞ്ഞിപ്പോൾ വന്നേ ഉള്ളൂ. ലാൻഡ് ചെയ്ത ബൈക്ക് അതാ മേടിച്ച്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് ലോഞ്ച് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ മേടിക്കുകയുള്ളൂ. ഓക്കെ, സോ എനിവേ, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് അപ്പോൾ അന്ന് ഈ ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂ അപ്പോൾ ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും. അത് കണ്ടിട്ടാണ് ഇവൻ പോകുന്നത്. ഓക്കെ, ഞാൻ എഴുന്നേൽക്കുന്ന ദിവസം രാവിലെ, അല്ലാത്ത ദിവസവും 10 മണിയായാലും ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. പൂജ ചെയ്തിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവൻ കുഞ്ഞിലോട്ടുള്ള ശീലങ്ങളാണ്, കണ്ടു വളർന്നതാണ്. ഇപ്പോഴാണ് ഞാൻ എന്താ പറയുക അസത്തായി പോയത്. കാരണം എന്താ കണ്ടില്ല, ഉച്ചയാകുമ്പോൾ എഴുന്നേൽക്കുക, വരിക, ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ള ഈ യാത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഒരു റൊട്ടീനുണ്ട്. ജിമ്മിൽ പോകുന്നില്ല, വർക്കൗട്ട് ചെയ്യുന്നില്ല. എന്തിന് ജിമ്മിലൊക്കെ ഞാൻ ഈ അടുത്തിടെയാണ് ഞാൻ ജിമ്മിലൊക്കെ അങ്ങനെ എനിക്കങ്ങനെ ജിമ്മിലല്ല എനിക്കിഷ്ടം. അതായത് അടച്ച മുറിയിൽ എക്സസൈസ് ചെയ്യുന്നതല്ല എനിക്കിഷ്ടം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ട് തൊട്ടേ കഴിഞ്ഞ 20 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ഓട്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഓട്ടം ഒന്നുമല്ല. ഞാൻ ജോഗിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ജോഗിങ് അത് വാമപ്പ്, കൂൾ ഡൗൺ, കുറേ എക്സസൈസ് ഡിഫൻസിൻ്റെ ഒക്കെ ഉണ്ട്. അതൊക്കെ മൈതാനത്ത് പോയി നിന്ന് ചെയ്താലും എനിക്ക് അങ്ങനെയുള്ള അങ്ങനെ ആൾക്കാർ നോക്കും, അങ്ങനെയുള്ള ഷെയിമൊന്നുമില്ല. ഇവിടെ പിന്നെ ഓഫ് കോഴ്സ് അങ്ങനെയൊന്നുമില്ല, ശ്രദ്ധിക്കാൻ പോയില്ല. അത് പാർക്കിലൊക്കെ പോയി എക്സസൈസ് ചെയ്തിട്ട് പിന്നെ അങ്ങ് ഓടും. അതാണ് എൻ്റെ ഒരു സ്റ്റൈല്. ഓക്കെ, 1 hour കണ്ടിന്യൂസ് ഓടും, 1 hour. ഓക്കെ, അപ്പോൾ അത് ആ 1 hour കണ്ടിന്യൂസ് ഓടുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ഹെൽത്തായിട്ട് ഞാൻ കാണുന്നത്. അത് ഇതുപോലെ 3 months എന്നെ കളിയാക്കുന്ന വെച്ചാൽ ജോഗിങ് ചെയ്യുമ്പോൾ വഴിക്ക് ലതാ സ്റ്റോപ്പ് മാൻ വി വാണ്ട് ടു ടോക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്കിളുമാരൊക്കെ വരും. അന്നേരം ഞാൻ പറയും, അപ്പോഴും ഞാൻ ജോഗ് ചെയ്തുകൊണ്ട് നിന്നിട്ട് എന്തെങ്കിലും, കാരണം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ അന്നേരം ഞാൻ പറയും, പിന്നെ വാട്ട് മാൻ ഇന്നലെ വന്നില്ല, അല്ലെ ഏതെങ്കിലും ഒരു വീക്കെൻഡിലോ സാറ്റർഡേയിലോ വന്നില്ല, അവർ കൃത്യമായിട്ട് പറയും.
ഓക്കെ വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്നെക്കാളും എന്താ പറയുക, അപ്പം ഞാൻ പറയും, ഒരു ദിവസം ഞാൻ പറയും പോയില്ലെങ്കിൽ ഞാൻ പറയും എനിക്കല്ല ബുദ്ധിമുട്ട്, എനിക്ക് അവരോട് ആൻസർ ചെയ്യുമ്പോൾ എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് വരുമായിരുന്നു ഒരു ദിവസം പോയില്ലെങ്കിൽ. അങ്ങനെയുള്ള ടൈപ്പിലാണ് ഞാനിപ്പോൾ 3 മാസമായി. എന്തെങ്കിലും ആ ഓട്ടോ ഉള്ളൂ, ജപ്പാനിൽ നിങ്ങൾ കണ്ട ഓട്ടോവേ ഉള്ളൂ. ഓക്കെ, എന്താ പറയുന്നത്. അപ്പോൾ അപ്പോൾ ഇങ്ങനെ അത് മോൻ്റെ എക്സാം ഇത് കഴിഞ്ഞു, എന്താ പറയുക, റിസൾട്ട് ഒക്കെ വന്നു, എല്ലാം കഴിഞ്ഞു. ഓക്കെ, എപ്പോൾ ഒരു മാർച്ച് എൻഡ് ആയപ്പം എനിക്കൊരു കോള് വന്നു. അപ്പോൾ ആ സമയത്ത് ഒരു 3 ഡേയ്സിന് മുമ്പ് ഞാനെടുത്തൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനെടുത്തൊരു ഡിസിഷൻ. ഓക്കെ, അത് അവനോട് കൺവിൻസ് ചെയ്യിക്കേണ്ടി വന്ന ഒരേ ഒരു കാര്യം. കാരണം അവനെ IIT-യുടെ കോച്ചിങ്ങിന് വിടുന്നത്. അപ്പോൾ അത് IIT-യുടെ കോച്ചിങ്ങിന് വിടാൻ ഓഫ് കോഴ്സ് ഒരു 15 വയസ്സാകുന്നതേ ഉള്ളൂ. അവന് ഒന്നും അറിയില്ല, മനസ്സിലാ സംഭവം അറിയാം എന്നല്ല, അതുവരെ നമ്മുടെ കൂടെ നമ്മൾ 3 പേരും ഒന്നിച്ചാണ് ജീവിച്ച. ആലോചിച്ച് നോക്കണം. അപ്പം ആൾ ഓഫ് എ സഡന് ദൂരെ ഒരു സ്ഥലത്തോട്ട് ഹോസ്റ്റലിൽ, എനിക്ക് അങ്ങനെ ഒന്നും താല്പര്യമുള്ള കൂട്ടത്തിലല്ലായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിലോട്ട് പോകണം, ആ ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു വിഷമം. അല്ലാതെ IIT വാസ് സോ ഇൻട്രസ്റ്റഡ്. ഓക്കെ, അപ്പോൾ അത് കുഴപ്പമില്ല. അത് ഞാനെടുത്ത എൻ്റെ ഒരു ഡിസിഷനായിരുന്നു. അത് ചില സമയത്ത് എനിക്ക് വിഷമം തോന്നും, വേറൊന്നും കൊണ്ടല്ല, ആ 2 വർഷം അവനെ മാറി നിന്നതിൻ്റെ വിഷമം. ആ സമയത്താണ് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോകും. കാരണം എനിക്ക് അപ്പോൾ അവർക്കൊരു എന്താ പറയുക, ഭയങ്കര സ്ട്രിക്റ്റാണ് ബോർഡിങ്ങും. ഒരു ചെറിയ ഫോണേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ ഫോണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ജസ്റ്റ് കോൾ ചെയ്യാം, ഒന്നുമില്ല, വേറെ ഒരു ഫെസിലിറ്റി ഇല്ല. ഓക്കെ, അത് മാത്രം അലൗഡാണ്. പിന്നെ എന്താ പറയുക, ഹോസ്റ്റലും ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാം ഒരു വലിയ ബിൽഡിങ്ങിനകത്ത് തന്നെയാണ്. പുറത്തോട്ട് പോകേണ്ട ഒരാവശ്യമില്ല. ഹെയർ കട്ടിന് അങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനോ അതിനൊക്കെ ടൈമുണ്ട്. ആ 1 മണിക്കൂർ അല്ലെ 1 മണിക്കൂറേ ഉള്ളൂ. അതിൻ്റെ ഇത്രയും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ അവർ കയറ്റില്ല. ഭയങ്കര എന്ന് വെച്ചാൽ അത്ര സ്ട്രിക്റ്റാണ്. കാരണം അറിയാവുന്നവർക്കറിയാം IIT പോലുള്ള എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും അവർ മൈന്യൂട്ട് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക, എന്നാലേ നമുക്കൊരു നല്ല പ്രോഡക്റ്റിനെ പുറത്ത് തരാൻ പറ്റുള്ളൂ. ഓക്കെ, അത് അവരുടെ ആ സ്ട്രിക്ട്നെസ് എന്ന് പറഞ്ഞാൽ അതും എന്താ പറയുക, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റാവു IIT-യിലാണ്. അതായത് 2 IIT ഉള്ള ആളാണ് അതിൻ്റെ ചെയർമാൻ. സോ ഹീസ് ദ ഇൻചാർജ്. കാരണം അവിടെ ഹോസ്റ്റലിൻ്റെ കാര്യത്തിലായാലും എന്താ പറയുക, ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അതായത് 24/7 ആ അത്രയും ഏജ്ഡ് മനുഷ്യൻ എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് ആ സറൗണ്ടിങ്സിൽ. എനി ടൈം യു സി ഹി വിൽ ബി ദെയർ. അവിടുത്തെ ലൈറ്റ്സ് ഒന്നും ഒരിക്കലും ഓഫ് ആവത്തില്ല. ഓക്കെ, അതായത് ക്ലാസ്സുകളിലായാലും ക്ലാസ് റൂം ഇത്രയും കൃത്യമായിട്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഐ സ്റ്റേഡ് ദെയർ. ഞാൻ പറഞ്ഞില്ലേ, ബോയ്സ് ഹോസ്റ്റലിൽ പോയ കഥ പറഞ്ഞ് വരുന്ന വഴിയാണിത്. ഓക്കെ, സോ അത്രത്തോളം പെർഫെക്റ്റാണ്. ഓക്കെ, അപ്പം ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരാഴ്ച മുമ്പാണ് ഞാൻ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് ഞാൻ കണ്ടത്. സത്യം അല്ലാതെ നമുക്കൊരു ഇതുമില്ല. കാരണം അതുവരെ നമ്മൾ ബാക്കി +2 കഴിഞ്ഞിട്ട് ചിന്തിക്കാം എന്നുള്ള മട്ടല്ലേ നമ്മളെല്ലാവരും ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് എനിക്കിങ്ങനെ ക്ലിക്കായപ്പോഴത്തേക്ക് ഞാൻ അവിടെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അഡ്മിഷൻ ഓൾമോസ്റ്റ് ഓൾ ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഞാനതല്ലേ പറഞ്ഞത്, നമ്മൾ എപ്പോൾ പോയാലും നമുക്ക് ഒരു ഇഫ് യു ഹാവ് എ വിൽ, ഓക്കെ, ദർ ഈസ് എ വേ, ഓൾവേസ് ദർ ഈസ് എ വേ. എനിക്കറിയില്ല, അതെൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു പോയിന്റിൽ എനിക്കറിയില്ല, ഞാൻ അതിൻ്റെ ഇതിൽ ഫുള്ള് തപ്പിപ്പിടിച്ച് അവിടുത്തെ ഇങ്ങനെ നോക്കി സംസാരിച്ച് വന്ന അവിടുത്തെ ഒരു എന്താ പറയുക, പുള്ളിക്കാരനെ ഈ റാവു എന്ന് പറയുന്ന സാറിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പുള്ളിക്കാരൻ. അവർ 2 പേരും 42 ഇയേഴ്സായിട്ട് ടുഗദറാണ് വർക്ക് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം, അത്രത്തോളം ഇൻറ്റിമസി ഉള്ള ഒരു മനുഷ്യനാണ് മിസ്റ്റർ രാഘവൻ എന്ന് പേര് കേട്ടപ്പോൾ മനസ്സിലായല്ലോ. ഒബ്വിയസ്ലി ഈസ് എ മലയാളി. പുള്ളി അവിടെ തന്നെയാണ് സെറ്റിൽഡ്. അപ്പോൾ
ഞാൻ വിളിച്ച നമ്പർ എടുത്തത് ഈ രാഘവ സാറാണ്. രാഘവ സാർ എടുത്തപ്പോൾ എനിക്കറിയില്ലല്ലോ, മലയാളിയാണോ അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ, അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണെന്ന് വെച്ചപ്പോൾ എങ്ങനെ ഇവിടെ, അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ ഇതാണ്. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ചോദിച്ച്, അപ്പം മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്നുകൂടെ സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു, സാർ അറ്റ് എനി കോഴ്സ് ഐ വാണ്ട് ആൻ അഡ്മിഷൻ. ഓക്കെ, സോ എനിക്കറിയില്ല എന്താ എനിക്ക് ചെയ്യേണ്ടതെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല, ബട്ട് ഐ വാണ്ട് ആൻ അഡ്മിഷൻ. പക്ഷേ ഇവന് നല്ല അവൻ്റെ അക്കാഡമിക്ക് ഇതുണ്ട്, അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നുമില്ല. പക്ഷേ അവർ ഡേറ്റ് അവർ പറഞ്ഞ് അടുത്ത നെക്സ്റ്റ് വീക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻസ്, യു ഡോണ്ട് ബിലീവ് ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, ഫൈൻ മോർണിംഗ് ഹീ കോൾഡ് എന്ന് പറഞ്ഞ് ഇന്ന പോലെ ഉണ്ട്, പക്ഷേ ഡയറക്റ്റ് വന്ന് അഡ്മിഷൻ എടുത്തു. കാരണം ഇനിയുള്ള പ്രൊസീജിയറിനൊന്നുള്ള ടൈമില്ല എന്ന് പറഞ്ഞു. അതിന് നെക്സ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങുവാണ്. അപ്പോൾ അത്രയും അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് കൊണ്ട് അവിടെ 100 കണക്കിന് IIT ഉണ്ടെന്ന് പിന്നെ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു. കാരണം അത് ചെറുതായിട്ടുള്ള അവിടെ നമ്മൾ ഇവിടെ എന്താ പറയുക, ഒരു കോഫി ഷോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ഒരു കുഞ്ഞ് തട്ടുകട തുടങ്ങുന്ന പോലെയാണ്. അവിടെ മൊത്തം IIT മാത്രമാണ്, ആ ഒരു പ്രിഫെക്ചർ മൊത്തം IIT ആണ്. IITയുടെ സെൻറ്റേഴ്സാണ്, വലുതും ചെറുതായിട്ടുള്ളത്, നല്ലതും ചീത്ത എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇവിടെ ഒട്ട് അഡ്മിഷൻ കിട്ടാൻ എനിക്ക് മറ്റേതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, അത്രയും ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. വേറെ കുറേ IITs ഞാൻ കണ്ടു, പക്ഷേ എനിക്ക് ഇവിടെ തന്നെ വേണം എന്നായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഏറ്റവും ബെസ്റ്റല്ലേ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ചെന്നു, അങ്ങനെ പോയി. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോകാനായിട്ട് നമ്മളെല്ലാം റെഡി ആയിക്കൊണ്ടല്ലേ, മീൻസ് നെക്സ്റ്റ് ഡേ നമ്മൾ പോകണം. ഓക്കെ, ആ സമയത്ത് എനിക്ക് ഈ നൈറ്റിലോ എന്തോ ഒരു കോള് വരുന്നു, പുള്ളിക്കാരൻ്റെ ഈ പ്രൊഡ്യൂസറുടെ കോള് വരുന്നു. ലത യു കം ടു കൊച്ചി നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇറ്റ് സെൽഫ്, ബിക്കോസ് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു. ഓക്കെ, ഡയറക്ടർ വാണ്ട് ടു മീറ്റ് യു സംതിങ് ആൻഡ് ഓൾ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഒരു കോള്. അപ്പോൾ ഞാനിനി അതിനകത്ത് എന്ത് റോളാണെന്നൊന്നും എനിക്കറിയില്ല, ഇന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ അറിഞ്ഞത് പിന്നീട് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് അപ്പോഴാണ്. ഇതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണോ അതാണെന്നൊന്നും എനിക്കറിയില്ല, അതിൻ്റെ ഒന്നും എനിക്കില്ല. പക്ഷേ ഈ കോൾ വന്നപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഹറിബറിയില്ല. കാരണം ആ ഒരു ഓഫ് കോഴ്സ് ആ കോൺവെർസേഷൻ നടക്കുന്ന ആ ടൈമിൽ, കാരണം അതിന് ശേഷമാണ് പുള്ളിക്കാരൻ വരാൻ പറയുന്നതും ഒക്കെ എന്ന് തോന്നുന്നു. ഓക്കെ, എന്തോ ആ ഒരു ക്രൂഷ്യൽ പീരീഡിലാണ്. അപ്പോഴത്തേക്ക് ഈ കോൾഡ് ഐ സെഡ് ഐ എം സോ സോറി. പുള്ളിൻ്റെ പേര് വന്നിട്ട് ഞാൻ പറഞ്ഞു ഐ എം സോ സോറി, നോ ഐ ക്യാൻഡ്, ബിക്കോസ് ഐ എം ഗോയിങ് ടു മൈ ദിസ് വേ മൈ സൺസ് അഡ്മിഷൻ ആൻഡ് ഓൾ, സോ പ്ലീസ് ഫോർ മീ ഹീ ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. ആക്ച്വലി ഞാനതൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. ഓക്കെ, ഓഫ് കോഴ്സ് മൈ സൺ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. സോ ആ ഇമ്പോർട്ടൻസിൻ്റെ അപ്പുറം എനിക്ക് വേറൊന്നും ഇല്ല. അതും പ്രത്യേകിച്ച് അവൻ്റെ ഒരു ഫ്യൂച്ചറിൻ്റെ ആ ക്രൂഷ്യൽ സ്റ്റെപ്പിൽ. കാരണം അതിൻ്റെയും ഇത് ബാക്കി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. എല്ലാവർക്കും, എല്ലാ പേരൻസിനും അവരുടെ മക്കളുടെ കാര്യത്തിൽ തന്നെയാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഞാനിത് പറഞ്ഞു, ഓക്കെ കോൾ യു ലേറ്റർ, ഞാൻ ബിറ്റ് ബിസി എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. പുള്ളിക്കാരൻ എന്ത് പറയാനുണ്ടെന്നോ മറ്റുള്ളതോ ഒന്നും ഞാൻ കേട്ടില്ല. ദാറ്റ് ഈസ് ഐ എം സോ സോറി. സ്റ്റിൽ ആ പാർട്ടിൽ എനിക്ക് സോറി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് അതെൻ്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. പിന്നെ ഞാനിതൊക്കെ മറന്നു, ഞാനങ്ങ് പോയി. എന്തായാലും ഭാഗ്യത്തിന് അഡ്മിഷൻ കിട്ടി, എല്ലാം സെറ്റായി. എല്ലാം മോനാണെങ്കിലും എന്താ പറയുക, അവിടെ ചെന്ന് അവരോട് ഞങ്ങൾ അതിൻ്റെ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്നിട്ട് ഒരു സ്റ്റാർ ഹോട്ടലുണ്ട്, വലിയ ഒറ്റ ഹോട്ടൽ. ആ ഒരൊറ്റ ഹോട്ടലേ ഞാൻ പിന്നെ പലപ്പോഴും പോയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൂ അവിടെ. അത്രയും പിന്നെ ചെറുതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇല്ലയെന്ന് തോന്നുന്നില്ല, ചെറുതുണ്ടാവാം മേ ബി. ഓക്കെ, ദൂരെയോട്ടങ്ങനെ മാറിയിട്ട് ഇത് ആ മതിലിനോട് ചേർന്ന് വരുന്ന ഒരു വലിയ സ്റ്റാർ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ രണ്ടുപേരും, പുള്ളിക്കാരനും ഞങ്ങൾ രണ്ടുപേരും താമസിച്ചു. ഓക്കെ, തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒത്തിരി ഡെസ്പായി, മൂഡോഫായപ്പോൾ പുള്ളി എന്നെ ഡൽഹി കുറേ സ്ഥലങ്ങൾ പോയി കാണിച്ച്. സത്യം പറയാല്ലേ, ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു, സത്യം. ആൻഡ് ഐ വാസ് ലൈക്ക് സച്ച് എന്താ പറയുക, നമ്മളെ ഏതാണ്ട് നിർബന്ധിച്ച് എന്തോ കാര്യം കാണിക്കാൻ കൊണ്ടുപോകുന്ന പോലെ എന്തോ എനിക്ക് അയാൾ ഇറിറ്റേറ്റഡ് ആയിരുന്നു. ഓക്കെ, ഞാൻ ഫുൾ ആ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് എനിക്ക് ഓഫ് കോഴ്സ് എൻ്റെ മൈൻഡൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം പുള്ളിക്കാരൻ അത്രയും ട്രൈ ചെയ്തത്. പക്ഷേ
ഇറ്റ് വാസ് ടോട്ടലി അൺകംഫർട്ടബിൾ ആയിരുന്നു ആ ടൈമിൽ. ഓക്കെ, സോ അതൊക്കെ ആ ഒരു പീരീഡ് എനിക്ക് ഓർക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പീരീഡ്സ് കൂടാണ് ആ 2 years. കാര്യം ഒത്തിരി ഞാൻ എന്നിൽ മാത്രമായിട്ട് ചുരുങ്ങിയ കുറച്ച് സമയമാണ്. ഓക്കെ ഓക്കെ ലിമിറ്റ്. അപ്പം ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം മോൻ്റെ ബർത്ത്ഡേ വരുന്നു. ബർത്ത്ഡേക്കായിരുന്നോ അതിന് മുമ്പായിരുന്നു. അപ്പം ബർത്ത്ഡേക്കൊക്കെ അപ്പം ഞാനങ്ങ് പോകും. കാരണം രണ്ടാമത്തെ കാര്യം 2 കാര്യമുണ്ട്. അപ്പം എൻ്റെ കസിൻ്റെ മോനും വേറെ ഒരു ഇതിൽ പോയി പറയേ. കാരണം അവൻ്റെ അമ്മ ഡോക്ടറാണ്, അവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട്. അവരെ ആ പ്രൊഫഷനിലോട്ട് ചോദിച്ചില്ല. അച്ഛൻ എയർഫോഴ്സിൽ എന്താ പറയുക വളരെ ഇതായിട്ടുള്ള പൊസിഷനാണ്. പിന്നെ എന്താ പറയുക, അത് കഴിഞ്ഞ് കമ്പനിയുടെ CEO ആണ്. ഓക്കെ, അപ്പോൾ നമ്മളാരും മക്കളെ ഇവർ രണ്ടുപേരും ഒരേ ഏജാണ്, ഒരിതാണ്. ഇപ്പോൾ ഒരുമിച്ചാണ് വളർന്നത്. അവൻ DPSൽ, മോന് സെൻട്രൽ സ്കൂളിൽ, അങ്ങനെയാണ്. പക്ഷെ രണ്ടുപേരും 2 ഇതിലായിട്ട് പോയി. കുറച്ച് അടുത്തടുത്താണെങ്കിൽ പോലും 2 ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, IITക്ക് പോയി. അത്രയാണ് കഥ. അത് കഴിഞ്ഞപ്പം അപ്പം ഇവന്മാർ, അതായത് ഞാൻ പറഞ്ഞ ഒരു പിള്ളേരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് നന്നായെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിലേ മുതലേ അവരൊരു പോഷ് ലൈഫാണ് ജീവിച്ചിട്ടുള്ളത്. പോഷ് ലൈഫ് എന്ന് പറയുമ്പോൾ അവർക്ക് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്ത് നമ്മൾ അങ്ങനെ വളർത്തിയെന്ന് അങ്ങനെ പറയുകയല്ല. കാരണം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയായിരുന്നു. അത് കണ്ടിട്ട് അവർ കുറച്ചുകൂടെ എന്താ പറയുക ഇതായിട്ട്. കാരണം ഒരു 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം ഇവന് എന്താ പറയുക ഇവിടെ ഒരു വലിയൊരു മോള് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് സിറ്റിയിൽ. അപ്പോഴത്തേക്ക് അവിടെ പോകണമെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് അന്ന് ഇവർ പിള്ളേർ ഫ്രണ്ട്സൊക്കെ ആയാലും അവർ അവിടെ നിന്ന് ഇവിടുന്നതായിട്ട് വരും. പേരൻസ് അന്ന് വണ്ടി കൊടുക്കില്ല, ഇവർ ക്യാബ് പിടിച്ച് പോയി അവിടെ ചെന്ന് നിൽക്കും. അവിടെ എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോരും. അങ്ങനെയാണ് ഇവന് പോയി. ആ സമയത്ത് ഒരു 3000 സംതിങ് റുപ്പീസ്, 3000 മേളിലേ ഉള്ളൂ. ഓക്കെ, എന്താ ഞാൻ ആ എമൗണ്ട് പറയാൻ കാരണം അത്രയും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോള് വന്നിട്ട് എന്താ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് വന്ന് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടുണ്ട്, അവൾ മലയാളിയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ പോകുമ്പോൾ ഞങ്ങളുണ്ട്. അപ്പോൾ അവളുടെ മോളും ഇവർ വലിയൊരു സെയിം ഏജാണ്. അപ്പോൾ ഇവള് ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. അപ്പോൾ അവളെങ്ങും വിടില്ല. അപ്പം ഒറ്റയ്ക്ക് എങ്ങും വിടില്ല. ഓക്കെ, ഈ പിള്ളേരുടെ നേരെ ഓപ്പോസിറ്റാണ് ആ കുട്ടി വളരുന്നത്. പക്ഷെ അന്നേരം അവളോട് പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വിടറ, അവർ പോയിട്ട് വരട്ടെ, വണ്ടി പിടിച്ചല്ലേ പോകുന്നത്. അപ്പം അമ്മ ഉണ്ടല്ലോ. അപ്പോൾ ഓക്കെ, അവൾക്ക് ഭയങ്കര ഇതായി. ഇത് പോയി ഇവർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കോള്. അപ്പോഴത്തേക്ക് ചോദിച്ച് ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഇവരെ കൊണ്ട് പോയതേ ഉള്ളൂ, എന്ത് പറ്റി? അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ പോയതെന്ന് നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ എൻ്റെ പറഞ്ഞേ താഴോട്ട് വാ, എന്താ ക്യാബിന് പൈസ കൊടുക്കാൻ. ഞാൻ ചോദിച്ചു വാട്ട്? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പൈസ അത്രയും തീർന്നു. അതായത് ഞാൻ പറഞ്ഞ അത്രയും ഒരു എന്താ പറയുക പൈസയെക്കുറിച്ചിട്ടോ ഒരു മണി കൺസേൺ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് എനിക്കേ അറിയില്ല. ഓക്കെ, പുള്ളിക്കാരനെ അറിയിക്കാത്തതുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ കുഴപ്പമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ആ ഒരു പോർഷൻ എന്താ പറയുക അത് ഞങ്ങളുടെ ലൈഫിൽ 2 പേരുടെ പേരിൽ കൂടുതലാണ്. അപ്പോഴത്തേക്ക് ആ കുട്ടികൾ മറ്റവനും ഒട്ടും മോശമല്ല. ഈ കുട്ടികളാണ് അവിടെ ചെന്നിട്ട് ഒരു ഹെയർ കട്ടിന് 50 റുപ്പീസാണ്. അപ്പോൾ ഇവിടെ 250 350 എങ്ങാണ്ടാണ് ഇവൻ്റെ ഹെയർ കട്ടിന് എടുക്കുന്നത്. പക്ഷേ എപ്പോൾ ചെന്നാലും ഒരു മിനിമം 100 റുപ്പീസ് അവർക്ക് ടിപ്പ് കൊടുക്കണം. അതൊക്കെയാണ്. അത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് കുഞ്ഞിലേ തൊട്ടേ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ കൊടുക്കുന്ന ഇഷ്ടമാണ് എന്നെപ്പോലെ, സത്യം. അപ്പോൾ അങ്ങനെ എന്താ പറയുക അങ്ങനെ പോയി ഒരു ഹെയർ കട്ടിന് പോയാൽ നമുക്കൊരു ചിലവാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ജ്യൂസ് കുടിച്ച് അത് കുടിച്ച് കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം നല്ലൊരു ആ ആൾക്കാർ എനിക്ക് മിസ് കോൾ അടിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവർക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കണം. കാര്യം ഇവരുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കണം. ഇട്ടിട്ടാണ് അവർ അന്ന് തൊട്ടേ ആ ഒരു അക്കൗണ്ട് ഇവർക്ക് കുട്ടികൾക്കുള്ള അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഒക്കെ ഉണ്ട്. അക്കൗണ്ടിൽ പൈസയുണ്ട്, ഫോണിൽ ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും മിസ് കോൾ അടിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ എത്ര പൈസയായിരിക്കും? ഒരു കോൾ ചെയ്താൽ 10 റുപ്പീസ് താഴെ ആയിരിക്കും. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി, ബട്ട് ആയിരിക്കാം.
പക്ഷെ അതിന് പോലും മിസ് കോൾ അടിക്കും, എന്നിട്ട് അപ്പം ഞാൻ എടുക്കണം. അതാണ് ഞാൻ പറയുന്നത്, എങ്ങനെയാണ് അത് ആ ഒരു എന്താ പറയുക മണി മാനേജ് ചെയ്തെന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. എല്ലാ കുട്ടികളും ഉള്ള അമ്മമാരും കേൾക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്, പേരൻസ് കേൾക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇവിടെ 350 rupees പ്ലസ് 100 rupees ടിപ്പ് കൊടുത്ത് മുടി വെട്ടിക്കുക, അതും ആഴ്ചയിലങ്ങ് പോകും, വെറുതെ ഇറങ്ങി വളർന്നോളൂ, എൻ്റെ കണക്കാണ് മുടിയുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് ഈ കുട്ടികൾ 50 rupees ഉള്ളൂ അവിടെ ഒരു ഹെയർ കട്ടിന് കൊടുത്തിട്ട് വന്നിട്ട് എൻ്റെ കസിൻ്റെ മോൻ രണ്ടാമതും പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞാൽ അത് കുറച്ചേ ട്രിമ്മിയുള്ളൂ, കുറച്ചുകൂടെ ട്രിമ്മി എന്ന് വെച്ചാൽ പിന്നെ ഒരു 50 rupees കൊടുക്കാനില്ല. ഞാൻ ആലോചിച്ചോണം, ഈ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ആലോചിച്ചോണം. അല്ലെ പൈസയ്ക്കോ അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയം ഇങ്ങനെ വളർന്ന കുട്ടികൾ ആണ്, അല്ലെ പേരൻസിന് ഇത്ര ഇങ്ങനെയുള്ളവരാണ്, കൊടുക്കാത്തവരാണോ? അപ്പോൾ ആ ഒരു ടൈപ്പായത് എന്തിനു പറയുന്നത്, അതായിരുന്നു അവരുടെ ഒരു ലൈഫ്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും പിന്നെ ടൈം മാനേജ്മെൻറ്റ്. നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഓക്കെ ഞാൻ അല്ലു എന്ന് പറഞ്ഞിട്ട് മണിക്കൂർ കഴിഞ്ഞ് ചിലപ്പം ദിവസം കഴിഞ്ഞാലും ചെയ്യാത്ത ആൾക്കാർ ആ ടൈം മാനേജ്മെൻറ്റ്, അതായത് 5:51 അതിന് ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞാൽ 5:51 ഇപ്പോഴത്തെ ജപ്പാൻ ടൈം പോലെ അവരവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതും അവരുടെ ആ ഒരു എന്താ പറയുക, നമുക്കറിയാം ടീനേജ് ബോയ്സിൻ്റെയൊക്കെ 15 years എന്ന് പറയുമ്പോഴത്തേക്ക് അതങ്ങോട്ട് വളരെ അതും ആ 2 വർഷം കൂടെ ചിലപ്പം ബാംഗ്ലൂരായിരുന്നെങ്കിൽ എൻ്റെ മോൻ വേറൊരു ലെവലിൽ പോയേനെ, മേ ബി ഓക്കെ ഒരു ബാഡ് സിറ്റുവേഷനിൽ പോയേനെ എന്ന് ഞാനിപ്പോൾ പറയും. കാരണം വെച്ചാൽ മേ ബി ആകാതിരിക്കാം, ഓക്കെ. പക്ഷേ എന്ന് വെച്ചാൽ ഒരു കൺട്രോളും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നു, പൈസയുണ്ട്, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ നോ പറയുന്നില്ല, നോ പറയേണ്ടടുത്ത് നോ പറയും ഞാൻ, വേറെ കാര്യം. പക്ഷെ ആ ഒരിത് അങ്ങനെ ഉള്ള ഒരു ഇതിൽ എന്താ പറയുക, ഇതുപോലെ ഒരു ദിവസം ബർത്ത്ഡേക്ക് മുമ്പായിരുന്നു എന്തോ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് ഇതുപോലെ വരാൻ പറ്റില്ല, പുള്ളി എപ്പോഴും ബിസിയാണല്ലോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ അപ്പോൾ അതിൻ്റെ കൂടെ രണ്ടാമത് നോൺ വെജ്. ഇവനാണെങ്കിൽ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. ഇവന് ഞാൻ 1 വയസ്സ് 2 വയസ്സ് വരെ ഇവന് ഞാൻ മുട്ട മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യുമായിരുന്നു, അതായിരുന്നു മെയിന്. പിന്നെ അല്ലാതെ ഞാൻ കൊടുക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ. മീൻസ് നമുക്ക് അല്ലാതെ അങ്ങനെ ഇങ്ങനെയുള്ള ഭക്ഷണമൊന്നും ഞാൻ കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നോൺ വെജ് ഒന്നും കൊടുക്കില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നോൺ വെജ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറുമില്ലായിരുന്നു. ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന അവളാണ് ഇവന് ആദ്യമായിട്ട് എന്താ പറയുക കൊച്ചിൻ്റെ വായിൽ വെച്ച് കൊടുത്ത്. ഓക്കെ, അപ്പോൾ അവൾക്കെന്തോ ഞാൻ സ്നാക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്ക് ഈ കൊച്ചതും വയസ്സിന് മമ്മ എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്തിന് പറയുന്ന പിന്നെ അവൻ ചിക്കൻ്റെ ആളായി. അപ്പോൾ അവന് ചിക്കൻ എന്താ പറയുക നോൺ വെജ് ഇല്ലാണ്ട് നോൺ വെജേ കഴിക്കൂ, അതുള്ളൂ, ഇറങ്ങില്ല, ആ ടൈപ്പായി. അവിടെ മുട്ട പോലും ഇല്ല. ആലോചിച്ച് നോക്കണം ഹോസ്റ്റലിൽ അവിടുത്തെ ഫുഡ്. അതായത് അത്രയും എസ്തെറ്റിക്കായിട്ട് എന്താ പറയുക, അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അവൻ പാല് കഴിക്കില്ല, അവനാകെ പാലിൻ്റെ ഇത് കഴിക്കുന്നത് പനീറിൻ്റെ പ്രോഡക്ട്സ്, അത് പനീർ മാത്രമേ കഴിക്കുള്ളൂ. മുട്ട പോലും ഇല്ല, ഓഫ് കോഴ്സ് നോൺ വെജ് ഒന്നുമില്ല. ആ ഒരിതിൽ 2 വർഷം ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലെൻസിങ് നടന്ന പോലെ അവൻ ആ 15 വർഷത്തെ അവൻ്റെ ആ ലൈഫിൽ ഉണ്ടായ ഒരു ക്ലെൻസിങ് പീരീഡായിരുന്നു ആ ഒരു 2 വർഷം. ഒരു വിധത്തിൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ആസ് എ മദർ എനിക്ക് ഒരുപാട് വേദന ഉള്ള സമയങ്ങളായിരുന്നു. ഓക്കെ, എന്താ പറയുക അത്. അപ്പം ഇങ്ങനെ അവൻ്റെ ഒരു അവന് ബർത്ത്ഡേക്ക് വരേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ആ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും അന്നേ ചെയ്യുന്നതിനൊക്കെ മിടുക്കനാണ്. അപ്പം തന്നെ ആ ഹോട്ടലിൽ അമ്മ ഞാൻ തന്നെ ബുക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ റൂമൊക്കെ പോയി അവിടെ ചെന്ന് നമ്മളിവിടുന്ന് ബുക്ക് ചെയ്ത് പേയ്മെൻറ്റൊക്കെ ചെയ്തെങ്കിലും അവിടെ ചെന്ന് നേരിട്ട് പറഞ്ഞു എൻ്റെ മമ്മ വരും, ബെസ്റ്റ് റൂം കൊടുക്കണം എന്നൊക്കെ കാരണം അത്രത്തോളം ഉള്ള ആ ഒരു ഇതുണ്ട്. ഓക്കെ, സോ ചെന്നൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയാക്കിയല്ല വെച്ച് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അതായത് ഒരു ഫ്ലൈറ്റ്, എനിക്ക് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ്, പിന്നെ എനിക്ക് ഒരു 6 hours ട്രെയിന്, എന്നിട്ട് വേണം ഞാൻ അവിടെ എത്താൻ. അവിടോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റില്ല. ഓക്കെ, സോ ഇറ്റ്സ് കോട്ട, രാജസ്ഥാൻ. ഇപ്പം ഉണ്ടാവാം, എനിക്കറിയില്ല. അപ്പം ഡയറക്റ്റ് ഫ്ലൈറ്റില്ല. അപ്പം ഇങ്ങനെ വേണം ഞാൻ പോകാൻ. അപ്പം ഞാൻ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് പിന്നെ ഞാൻ ട്രെയിൻ എടുത്തു. ഡൽഹിയിൽ നിന്നല്ല, ഞാൻ പിന്നെ ജയ്പൂരിൽ നിന്ന് ട്രെയിൻ എടുത്തു. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ 2 hours എന്തോ കൂടെ ലെസ്സേ ഉള്ളൂ. അവിടുന്ന് ഞാൻ ട്രെയിൻ എടുത്തു പോയി. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇത്രയും വർഷത്തിനടുത്ത് ഞാൻ ഇന്ത്യയിൽ ആ ഒരു
അവൻ്റെ കുഞ്ഞിലെ ഞാൻ ട്രാവൽ ചെയ്ത ട്രെയിനിൽ. അതിനുശേഷം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഒരു ട്രെയിൻ സ്റ്റേഷന് മുൻപിൽ അവിടെ ആ സമയത്ത് ഒരിക്കലും അവിടെ പോയി നിന്നത്. പോയി മിഡ് നൈറ്റ് 12 o'clock അവിടെ റീച്ച് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം സ്റ്റേഷനിൽ. ഞാൻ വണ്ടി സ്റ്റേഷനിലെത്തിയപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെ എൻ്റെ സീറ്റ് നമ്പർ എല്ലാം അറിയാലോ. മുമ്പിൽ നിൽക്കുന്ന ഇവനും മോനും ഒരു ഫ്രണ്ടും കൂടെ. അത് വിട്ടത് അവർ സ്പെഷ്യൽ പെർമിഷനാണ്. കാരണം ഞാൻ ആ അഡ്മിഷന് ചെന്ന് അവിടെ ഒരു 3-4 days ഞങ്ങൾ അവിടെ താമസിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോഴ് തന്നെ ഇവർ ഞാൻ അവിടെ നമ്മൾ ഫുൾ ടൈം അവിടെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്, ഓഫീസിലും അവിടെ കാര്യങ്ങൾ. അപ്പോൾ ഈ സാറുമായിട്ട് റാവു സാറ്, രാഘവ് സാറ് ഇവരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ 1 minute കൊണ്ട് എല്ലാവരെയും കയ്യിലെടുക്കും. പക്ഷേ അത് കുറച്ചുകൂടെ ഡീപ്പായി ഇൻറ്റിമസി ആയതുകൊണ്ട് മോന് ഭയങ്കര. അപ്പം എപ്പോഴും വിളിക്കും. അപ്പോൾ ഞാൻ രാഘവ് സാറിനെ എന്നും വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കും. റാവു സാറിനെ വിളിക്കും. എന്ത് കാര്യങ്ങളും പുള്ളിക്കാരൻ ഉടനെ മെസ്സേജ് ചെയ്യും, വിളിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു മെസ്സേജ് അല്ലേ എന്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തിരിച്ച് വിളിച്ചിരിക്കുമായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ സംസാരിക്കും, പറയും നോ വറീസ്, മോന് ബെസ്റ്റ് റൂം തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാം. അപ്പം ഞാൻ തന്നെയാണ് റൂംസ് പോയി സെലക്ട് ചെയ്തത്. അപ്പോൾ അത് 2 കുട്ടികളായിരുന്നു ഒരു റൂമിൽ ആദ്യം. അപ്പം മോന് സിംഗിൾ റൂം വേണമെന്ന് ചോദിച്ചിട്ട് ഞാൻ സിംഗിൾ കൊടുത്തു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവൻ മാറ്റി വേറൊരു ഫ്രണ്ടിനെ കൂടെ വേണമെന്ന് പറഞ്ഞു. കാരണം അവനൊറ്റയ്ക്ക് പറ്റാതെ വന്നപ്പോഴത്തേക്കും അങ്ങനെ ആക്കി. എന്താ പറയുക, അത് ഞാൻ ഇതിനവിടെ ചെല്ലുമ്പം ഞാൻ ചെന്ന് ഹോട്ടലിലോട്ട് ചെല്ലാമെന്ന് പറഞ്ഞ് ഇതുപോലെ മോൻ അവിടെ വന്ന് എന്നെ പിക്ക് ചെയ്ത് ഇട്ട് കൊണ്ടുവന്ന് നേരെ ഞങ്ങൾ കോളേജിലോട്ടാണ്, അവിടെ മീൻസ് ബോർഡിങ്ങിലോട്ടാണ് പോകുന്നത്. ആദ്യം ചെന്ന് സാറിനെ കണ്ടു. ഒരു ജെയ് സാറുണ്ടായിരുന്നു, പുള്ളിക്കാരനായിരുന്നു എൻ്റെ ഹോസ്റ്റലിൻ്റെ ഇൻചാർജ്. പുള്ളിക്കാരന് പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടി ഒരു സ്വപ്നം. നമ്മൾ നോർമലി പറയുന്ന പോലെ ഹോസ്റ്റലിൽ വാർഡൻ ഒരു പേടി സ്വപ്നമായിരുന്നു. പക്ഷേ പുള്ളിക്കാരനെ പോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത്ര പിന്നെ നല്ല ഭയങ്കര ഇപ്പോഴും ആ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. നല്ല മനുഷ്യന്. ഫാമിലിയായിട്ടൊക്കെ നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ഇവന് സംസാരിച്ചല്ല. അപ്പോൾ ഇവൻ അതിന് മുമ്പ് എന്തൊക്കെയോ സംസാരിച്ച് വെച്ചിരുന്നു ജെയിൻ സാറിനോടൊക്കെ. അപ്പം ജെയിൻ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുവാന്ന് തോന്നുന്നു. അല്ലല്ല, ഹോസ്റ്റലിൽ പോയപ്പം കണ്ടല്ലോ ഫസ്റ്റ്. അങ്ങനെ ചെന്നവരുമായിട്ടൊക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, മോൻ്റെ റിക്വസ്റ്റ് പ്രകാരം യു ക്യാൻ സ്റ്റേ ഹിയർ. ഞാൻ ശരിക്കും ഷോക്കായി. ഞാൻ പറഞ്ഞു ഹൗ ക്യാൻ പോസിബിൾ? പറഞ്ഞു നോ വറീസ്, മോൻ്റെ മുറി മദറിനും കൂടെ അത് ഷെയർ ചെയ്തോളൂ, കുഴപ്പമില്ല. ഓഫ് കോഴ്സ് അവിടെ 2 ബെഡുണ്ട്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. സോ ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ പെർമിഷനാണെന്ന് പറഞ്ഞ്. എനിക്ക് അറിഞ്ഞുകൂടാ ഏതെങ്കിലും ഒരു ബോയ്സ് ഹോസ്റ്റലിൽ ഇതിന് മുമ്പോ അതിന് ശേഷമോ അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന്. ഐ ഡോണ്ട് നോ, ഈവൻ ഐ ഡോണ്ട് തിങ്ക് സോ. എനിഹൗ ഇറ്റ് ഹാപ്പൻസ്. ഐ സ്റ്റേഡ് 2 days ഇൻ എ ബോയ്സ് ഹോസ്റ്റൽ. അതിൽ ഏറ്റവും ഫണ്ണി തിങ് എന്ന് പറയാനായിട്ട് മോർണിംഗിൽ അപ്പം എന്താ പറയുക, ഞാനവിടെ ചെന്ന് അവർ എന്തോ പേപ്പർ കുറച്ചൊക്കെ റിട്ടേൺ ചെയ്യുന്നത് എനിക്കറിയില്ല. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. അതൊന്നും നമുക്ക് പാർട്ടല്ലായിരുന്നു ആ സമയത്ത്. ഐ വാസ് സോ ഹാപ്പി ആൻഡ് ഷീ വാസ് സോ ഹാപ്പി. ആൻഡ് യു ഡോണ്ട് ബിലീവ്, എന്താ പറയുക, ഇവർ റൂം ക്ലീനിങ് ആയിരുന്നു, അവനും എൻ്റെ ഫ്രണ്ടും കൂടെ. അപ്പോൾ എല്ലാ ദിവസവും അവിടെ റൂം ക്ലീനിങ്ങിന് ആൾ വരും, ബാത്റൂം ക്ലീനിങ്ങിന് എല്ലാം വരും. പക്ഷെ എന്നാലും എൻ്റെ മമ്മയ്ക്ക് ഭയങ്കര ക്ലീൻനെസ് ആണെന്ന് പറഞ്ഞിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത്, ടേബിളൊക്കെ ക്ലീൻ ചെയ്ത്, ബാത്റൂമൊക്കെ ഒന്നുകൂടെ ക്ലീൻ ചെയ്ത്, ഫുള്ള് എക്സ്ട്രാ അയാളോട് പൈസ കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് പറഞ്ഞ് എനിക്ക് ചിരിയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ രാവിലെ നല്ലൊരു ബാൽക്കണി ഉണ്ട് അവിടെ. അപ്പോൾ ആ ബാൽക്കണിയിൽ, അപ്പോൾ എനിക്ക് രാവിലെ ഒരു കോഫിയോ ചായയോ മസ്റ്റാണെന്ന് മോനറിയാം. അവന് അതൊക്കെ പോയി മെസ്സിൽ പോയി അതൊന്നും അല്ല അവിടെ ചെന്നിട്ട് അവർക്ക് പാല് അങ്ങനെ എന്തോ കൊടുക്കുന്നത്, കോഫി ചായ ഒന്നും ഉണ്ടോയെന്നറിയില്ല. അവിടെ ചെന്നിട്ട് പിന്നെ എന്താ പറയുക, കോഫി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ആ കോഫിയും കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നപ്പം ഓപ്പോസിറ്റ്, ഞാൻ പറഞ്ഞില്ല അത് മൊത്തം അവിടെ സ്റ്റുഡൻസ് ഏരിയയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹോസ്റ്റലുണ്ട്, വിറ്റതല്ല. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് ആ ഒരു ടീനേജിൻ്റെ മൈൻഡ് എനിക്ക് ഈസി. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഞാൻ വളർന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റും. ആ ടീൻസിൽ പെൺകുട്ടികൾ നമ്മളുണ്ടല്ലോ, നമ്മളെ ബോയ്സ് ശ്രദ്ധിക്കാതെ നമ്മൾ മെയിൻ ചെയ്യാണ്ട് പോകുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ. എക്സാക്ട്ലി അങ്ങനെ സ്റ്റൈലെടുത്ത ഒരു ഗ്രൂപ്പ് പെൺകുട്ടികൾ അങ്ങോട്ട് കയറിപ്പോകുന്നു, ഹോസ്റ്റലിലോട്ട് കയറിപ്പോയപ്പോൾ പെട്ടെന്ന് ഒരുത്തി തിരിഞ്ഞു നോക്കി, വാട്ട്
ദൂരെ നിന്നാലും എനിക്ക് ആണ് അവരുടെ എക്സ്പ്രഷനും ആ ഒരു സൗണ്ടും എല്ലാവരും കൂടെ ഭയങ്കര ഒരു ബഹളത്തോടെ എല്ലാവരും കൂടെ ഒരാൾ തിരിഞ്ഞു നോക്കി പറഞ്ഞ ബാക്കി എല്ലാവരും കൂടെ തിരിഞ്ഞ് ബഹളം. കാരണം ബോയ്സ് ഹോസ്റ്റല്ല, അവർ കുറേ ആൺകുട്ടികൾ അവരോട് പ്രതീക്ഷിച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നു. ഇറ്റ് വാസ് ദ ഗ്രേറ്റസ്റ്റ് ഫണ്ണി തിങ് എവർ ഹാവ്, ഐ തിങ്ക് സോ. കാരണം ഒരു എനിക്ക് ഭയങ്കര ചിരി, എനിക്ക് ഇന്നോർക്കും അത് ഭയങ്കര ചിരിയായിട്ടാണ് വരുന്നത്. കാരണം അപ്പോൾ മോനെ പിന്നെ കൊണ്ടുപോയി, അത് ഞാൻ പറയാമെന്ന് വെച്ചാൽ അവർ ഞാനായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതുവരെ എത്തിയത്. അതായത് എന്നെ അങ്ങനെ ഒരു എന്താ പറയുക സീരിയസ് ആയിട്ട് ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല. അത് ഇഷ്ടമല്ല, ഞാൻ എന്തെങ്കിലും ഒരു സീരിയസ് കാര്യം പറയുന്നത് ഇവിടെ രണ്ടാൾക്കും ഇഷ്ടമല്ല. ഓക്കെ, സോ അപ്പോൾ അവിടെ എന്നിട്ട് പറയാണ് ഈ പിന്നെ മോനോട് ചോദിച്ചു, ഹൂ ഇസ് യുവർ എൽഡർ സിസ്റ്റർ? സീനിയേഴ്സ്, അവൻ്റെ സീനിയേഴ്സും മറ്റുള്ളവരും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ അവൻ്റെ എൽഡർ സിസ്റ്ററാണെന്ന് അവൻ്റെ കൂടെ അവിടെ നടന്നപ്പോൾ. ഓക്കെ എന്ന് പറഞ്ഞ ഒരു ഇതാണ്. അപ്പോൾ അത് ഒരു പാട്ട്, അതാണ് ഞാൻ ബോയ്സ് ഹോസ്റ്റലിൽ വെച്ച് കുറേ ഉണ്ട്. പിന്നെ ഒരുപാട് പോകുന്നു, എനിക്ക് എന്നെ വഴക്ക് പറയും, നീ ഒരുപാട് നീട്ടി വീഡിയോ ഇടണ്ട, നീ സ്റ്റാർട്ടറാണ്, പ്രൈമിയാണ്, നീ കുറച്ചൊക്കെ ഇട്ടാൽ മതി, ആൾക്കാർ കാണത്തില്ല, ആൾക്കാർ കയറില്ല എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞാലങ്ങ് പറഞ്ഞു പോകും. അതിലൊരു ചെറിയ എന്താ പറയുക ഒരു ആഡ് ഓൺ കൂടെ ചേർത്താലേ അത് അല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് ഞാൻ വേറെ പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഞാൻ ഇപ്പം എന്താ പറയുക മോൻ്റെ ബർത്ത്ഡേ ഞാൻ നമ്മുടെ സാക്ഷാൽ ദുൽഖറിൻ്റെ ബർത്ത്ഡേ ഇവരെ ഒരു ഡേറ്റ് ആണല്ലോ. അപ്പം ഞാൻ ഇത്തവണ ഇട്ടപ്പം ഞാൻ രണ്ടുപേരുടെയും ഫോട്ടോസ് ചേർത്തിട്ടാണ് ഞാനൊരു ഇതിട്ടത്, പോസ്റ്റും റീൽസും ഇട്ടത്. ഓക്കെ, സോ അതിന് കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇത് ചെയ്യണം, നല്ല പോസ്റ്റായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മോന് മലയാള സിനിമ തൊട്ട് കുഞ്ഞിലേ തൊട്ട് നമ്മുടെ CID മൂസ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ. അറിയാവുന്ന ആകെ 3 ആക്ടർ ആ സമയത്ത് നമ്മുടെ സാക്ഷാൽ ലാലേട്ടൻ, പിന്നെ കിലുക്കത്തിൽ അതൊക്കെ ഞാൻ പറയാം, ഡയലോഗ് പറഞ്ഞാൽ അവൻ ഉറങ്ങത്തുള്ളായിരുന്നു കുഞ്ഞിലേ തൊട്ട്. പിന്നെ എന്താ പറയുക, രണ്ടാമത്തത് നമ്മുടെ ജഗതി അങ്കിള് പുള്ളിക്കാരന്, പിന്നെ ഇവർ 3 പേരെ മാത്രമേ അവന് അറിയത്തുള്ളൂ. അപ്പം ഇവന് കോമഡി ഇങ്ങനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുക, കുറച്ചുകൂടെ വളർന്നപ്പോഴത്തേക്ക് ഇവർ ചെന്നൈയിൽ എൻ്റെ കുഞ്ഞമ്മയൊക്കെ അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇവർ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് വേറൊരു കഥ പറയാം, കാരണം ഫിലിമുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്. അപ്പോൾ ഇവന് മലയാളത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് ഇവന് നമ്മുടെ ഫേമസ് നമ്മുടെ സുരേഷ് ഗോപി ഡയലോഗ് പറയിപ്പിക്കുമായിരുന്നു അവർ. ഓക്കെ, സോ അങ്ങനെയൊക്കെ ഒരുപാട്, കാരണം ഇവന് ഒരു ഫണ്ണി ഒരിതായിരുന്നു, നല്ല രസമായിരുന്നു കുഞ്ഞിലെ, ഭയങ്കര രസമായിരുന്നു. ഒരുപാട് കഥകളുണ്ട്, ഒരുപാട്. ഓക്കെ, ലോട്ട്സ് ഓഫ് സ്റ്റോറി അവനെ അറിയുന്നവർക്കറിയാം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആ എപ്പിസോഡ് കൂടുതൽ അത് മാത്രം മലയാളികൾ കുറച്ച് കണ്ടിട്ടുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട്. ഓക്കെ, സോ അപ്പം എന്താ പറയുക, ദുൽഖറിൻ്റെ ABCD സിനിമയൊക്കെ ആ സമയത്ത് കഴിഞ്ഞു, ഇറങ്ങി വന്നു. അപ്പം മോനെ അപ്പം ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ആ സമയത്ത് പിള്ളേർക്ക് അറിയില്ല. അപ്പോൾ ഈ പിള്ളേർ ഇവന്മാർ രണ്ടുപേരും കൂടെ ഞാൻ മോളിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഒരു മോളുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഇവർക്ക് എന്തെങ്കിലും ചിക്കൻ്റെ ഐറ്റംസോ എന്തെങ്കിലും. അപ്പോൾ അവിടെ ആകെ ഉള്ളത് എന്താ പറയുക, ഒരു സബ്വേയുടെ ഒരു ഇതുണ്ട് അവിടെ, പിന്നെ എന്താ പറയുക ചിക്കൻ്റെ ഒരു ബർഗർ ഷോപ്പ്, ഡൊമിനോസോ അങ്ങനെ, അങ്ങനത്തെ ഒക്കെ ഉള്ളൂ. വളരെ ചെറിയ മോളെന്ന് പറഞ്ഞാൽ ഇവർ പിള്ളേർ കിടന്ന് കളിച്ച് വളർന്ന ഇതിനകത്താണ്. പക്ഷേ അവിടെ അത്രയൊന്നും ഇല്ല, ഒരുപാടൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ സ്റ്റെയർ കേസ് ഇങ്ങനെ സ്പൈറൽ ടൈപ്പാണ്, താഴോട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പം ഞാൻ പിള്ളേർക്ക് ഇവിടെ ഇതുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞതാണ്, ഡയലോഗ് പറഞ്ഞതാണ്, ഒരു ബർഗർ തിന്നിട്ട്, ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഓക്കെ, ഒരു ബർഗർ തിന്നിട്ട് മരിച്ചത്താ മതിയായിരുന്നു എന്ന് പറയുന്ന അങ്ങനെ ഒരു ഡയലോഗ് ഇവർ പറയുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ആ സിനിമയിൽ ഇവർ പറയത്തില്ല ഒരു ബർഗർ കിട്ടിയിട്ട് അങ്ങനെ ആ ഒരു സെയിം ഡയലോഗ് എന്തുകൊണ്ട്. അതാ ഞാൻ പറയും, ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ഫിലിമുമായിട്ട് നമ്മൾ കണക്ഷൻ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ ഒരുപാട് നടന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ പ്രൊഡ്യൂസർ പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണ് എന്തോ എന്നെ കോൾ ചെയ്ത് ബാംഗ്ലൂർ, പിന്നെ പുള്ളിക്കാരൻ വന്നപ്പോൾ ഇതുപോലെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു, വേറെ അറിയുന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, വിടും നിങ്ങളൊക്കെ വലിയ കളിയാക്കിയതാണ് എന്നെ, നിങ്ങളൊക്കെ വലിയ ആൾക്കാർ.
അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അപ്പോഴാണ് ഞാൻ ആ ഫിലിമിൻ്റെ കാര്യം ഓർത്തത്. യു ഡോണ്ട് ബിലീവ് യാ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്തായി നമ്മുടെ ഫിലിമൊക്കെ എന്തായിരുന്നു? അന്നേരം എന്നോട് പറഞ്ഞു ഇയാൾ കാരണം ഞാൻ എത്ര ഓടി ഏതോ ഒരു, അതായത് ദുബായിൽ നിന്നാണോ ഒരു ചാനലിൽ നിന്നാണോ ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി, ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവരായിരുന്നു എൻ്റെ ഹീറോയിൻ. അത്ര എനിക്കറിയാം. കുറച്ച് പേരൊക്കെ ഇപ്പോൾ സിനിമ കുറേയൊക്കെ പിടികിട്ടി കാണും. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സോ അത് എൻ്റെ നാട്ടിലറിയാവുന്നത് എൻ്റെ ബ്രദർ, എൻ്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ ബ്രദറിന് മാത്രം അറിയാം. ബ്രദറിനോടെല്ലാം പറയുമായിരുന്നു. ബ്രദറിനോട് ഞാൻ പറഞ്ഞു ആരോടും പറയണ്ടായിരുന്നു. ആ സമയത്ത് വരുമ്പം ഇങ്ങനെ നമുക്ക് എറണാകുളത്ത് പോകണം. അപ്പോൾ എപ്പോഴും ഞാൻ വരുമ്പോൾ എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്ന പുള്ളിക്കാരനായിരിക്കും. അപ്പോഴത്തേക്ക് ഓക്കെ നീ വാ, ഞാൻ കൊണ്ടുപോകാം, പിക്ക് ചെയ്യാം, വരാം, കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു ആരോടും പറയണ്ട വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോലും ഒരാളോടും പറയാതെ ഇരുന്ന ഒരു കാര്യമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എന്താ പറഞ്ഞപ്പോഴത്തേക്ക് അതിന്നും പുള്ളിക്കാരൻ ആ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഒരു പിണക്കമുണ്ട്. ഓക്കെ, പിന്നെ വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ട് പോലും. അപ്പോൾ അതൊക്കെയാണ് സ്റ്റോറി. കുറേ സമയമായി കേട്ടോ. ഓക്കെ, ഇന്നത്തേക്ക് ഇത് മതി. ബൈൻ്റെ ചെയ്യാം. ബൈ. ഐ എം സോ സോറി, കുറേ സമയം എടുത്ത് നിങ്ങളെ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സ്റ്റേ സേഫ്, സ്റ്റേ ട്യൂൺ.